അവിടെ ഒരു സഹോദരിയെ എടുത്ത് വെള്ളം ചോദിക്കുക. സ്തോത്രം. ചോദിക്കുമ്പോൾ നിനക്ക് കോരാൻ പാത്രമില്ല എന്ന് പറയുമ്പോൾ നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് അവനോട് നീ ജീവനുള്ള ചോദിച്ചാൽ നിനക്കത് തരുമായിരുന്നു. എന്നാൽ ആ വെള്ളം എനിക്ക് തരയണമെന്ന് പറയുമ്പോൾ നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് ശ്രദ്ധിക്കുകയാണ്. കർത്താവ് ഏത് നിലയിലാണ് സംസാരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കാമെന്ന് പിതാവ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ ചെയ്യുന്നു. പ്രയോജനപ്പെടുത്തല്ലെന്ന് കർത്താവ് പഠിപ്പിക്കുകയാണ്. അവൻ അങ്ങനെയാണ് ദൈവത്തിന് കേട്ടില്ല കാര്യം. അങ്ങനെയാണ് കർത്താവ് യോഹന്നാൻ 17-ാം അധ്യായത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. അവിടെ ഓടിച്ച് പട്ടണത്തിൽ ഓടിച്ചതിലെയാണ് സുവിശേഷം താഴ്ന്നത്. ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭർത്താവില്ല എന്ന് പറയുമ്പോൾ തന്നെ കർത്താവ് പറയുന്നത് നിനക്ക് നീ പറഞ്ഞത് ശരിയാണ്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ട്, ഇപ്പോൾ ഉള്ളവരെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളെ സ്വീകരിക്കാൻ സഹോദരത്തിന് അവിടെ ബൈബിളിൽ വാക്യമുണ്ട്. അതനുസരിച്ചാണ് നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു സത്യം, പക്ഷേ ഇപ്പോഴുള്ളവന് ഭർത്താവ്. അപ്പോൾ നാണം കെട്ടി തല കുലിച്ച് ആൾക്കാർ കൂവിയും വിളിപ്പിച്ച് ഇരിക്കുന്നത് ഇതുകൊണ്ടാണ് ദൈവം ആ കുടുംബത്തെ രക്ഷപ്പെട്ടു. കർത്താവ് ആ വാക്ക് പറയുമ്പോൾ തന്നെ അവളെ ആത്മാവ് കയറിയതുകൊണ്ട് അവൾ ഓടി പ്രവൃത്തിയിൽ അറിയിക്കുന്നു. അപ്പൊ മസിക ആണെന്ന് പറയണമെങ്കിൽ അവളെ ആത്മാവ് കയറിയാന്ന് പറയാൻ പറ്റത്തില്ല. അതെങ്ങനെയാണ് ചെയ്തത്? കൃപാലുമായ ദൈവത്തിന്. ഇതുപോലെ തന്നെ സക്കായി നോക്കിക്കൊള്ളും. സക്കായി ഒരു കണ്ടത്തിൽ മരത്തിന്റെ മണ്ടേ കയറി ഇരിക്കുകയാണ്. ആരെ? കർത്താവിന് ആൾ വളരെ കുരുവിയനായതുകൊണ്ട് ഓടി ഇവരുടെ മുമ്പാകെ ഓടി ചെന്നിട്ട് കാട്ടത്തിൽ കയറി വളരെ കുരുവിയനായത്. അവൻ നോക്കിക്കൊള്ളു, വളരെ ശ്രദ്ധിക്കണം. കർത്താവ് അവിടെ വന്നിട്ട് സക്കായിയെ നീ ഇറങ്ങി വാ, ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് പറയുമ്പോൾ 2 അർത്ഥങ്ങളുണ്ട്. 2 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, അവൻ ചാടി ഇറങ്ങി വന്നിട്ട് പറയുന്നത്, അപ്പൊ അവന്റെ ഉള്ളിൽ യേശു ക്രിസ്തു പ്രവേശിച്ചു. കർത്താവ് ഞാൻ ചതുവായിട്ട് വാങ്ങിച്ചതല്ല, ഞാൻ മാടയ്ക്ക് എത്ര മടങ്ങായിട്ട് കൊടുക്കാന്ന് പറയും. ഞാൻ ആരുതൊക്കെ വാങ്ങിച്ചത് എല്ലാം സാധുക്കൾക്ക് കൊടുക്കാൻ പോകും. അതാണ് മാനസാദം. ഈ 2 കാര്യങ്ങളിൽ ഭയങ്കര 2 പേരുടെ ആത്മാവ് കയറുന്ന അനുഭവങ്ങൾ. അപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനെ വീട്ടിൽ ഒരാളെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ, സഹോദരി അയച്ചു കഴിഞ്ഞാൽ, സഹോദരനെ അയച്ചു കഴിഞ്ഞാൽ, ഒരു പ്രവാചകൻ സഹോദരിയെ ട്രാക്ടർ കൊടുക്കുന്ന സഹോദരി എന്റെ വീട്ടിൽ പോകുന്നില്ല. കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളെ ഉള്ളില് ആത്മാവ് കയറിക്കൊണ്ടിരിക്കും. അപ്പൊ വലിയ ചെലവില്ലാത്ത ഒരു സംഭവമാണ് അല്ലേ? അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ഇത്രയും വെറുതെ അല്ലേ കൊടുത്ത്, വെറുതെയാണ് ദൈവം തന്നല്ലേ? നമുക്ക് ദൈവം ദാനമായിട്ടല്ലേ തന്നെ അല്ലേ? സുവിശേഷ വേലക്കാർ സുവിശേഷത്താൽ ഉപയോഗിക്കണമെന്നും ദാനമായി ലഭിച്ച ദാനമായിട്ട് ചെയ്യണം. 2 ഐറ്റം ഉണ്ട്. എലീസ, ഏലിയാവ്, ഇവരെല്ലാം ദാനമായിട്ട് അവർക്ക് ലഭിച്ചതാണ്. അവരെല്ലാം ദൈവം കൊടുത്തിട്ടുണ്ടോ ചെയ്തു. എന്നാൽ എനിക്ക് ഈ ദുഷ്ടനായി എനിക്ക് ദാനമായിട്ട് ഞാൻ മദ്യപാനത്തിന് അനുഭവപ്പെട്ട് വളരെ മോശമായിട്ട് ജീവിച്ച ഒരു വ്യക്തിയാണ്. വളരെ മോശമായിട്ട് അടിപിടിയും ഇതൊക്കെ ഉണ്ടായിരുന്നു. അടിപിടി അന്യായമായി വെറുതെ അടിക്കത്തില്ല. ഏതെങ്കിലും സ്ത്രീകളെ അനാവശ്യം പറയാ കണ്ടു കഴിഞ്ഞാൽ അടിച്ചു. അതുപോലെ പയ്യന്മാർ ഓടിയല്ല, പയ്യന്മാർ ഓടി എത്തും ഇതിൻ്റെ അടുത്ത്, ഞാൻ നിൽക്കുന്നിടത്ത് എത്തും. ഇങ്ങനെ ഒരുത്തം ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ട്. അത് ഒരു എവിടുന്ന് വന്ന് സ്ത്രീ എവിടെ നിൽക്കും, മറ്റാ നിൽക്കണം, വലിയ പ്രശ്നം ഉണ്ടാകും. ആരൊക്കെ എന്ന് ചോദിച്ചു, ഇത്തരാണ്. അവിടെ വന്നിട്ട് നീ എവിടെ നിന്ന് വന്നെന്ന് ചോദിച്ചു. ഞാൻ ഇന്നത്തെ ആശുപത്രിയിൽ നിന്ന് എൻ്റെ കൊച്ചിനെ അവിടെ കിടത്തിയിട്ട് മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വന്നതാണ്. ഇവന്മാർ ഇത് നീ ഒരു കാര്യം ഇപ്പോൾ കാട്ടാക്കട നിനക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു. പോകണമെന്ന് പറയും. നീ അപ്പുറത്തെ ബസ് സ്റ്റാൻഡ് കയറി, ഞാൻ ഇറങ്ങാം, നീ വണ്ടി കയറി. അപ്പോൾ യവന്മാരും കയറി ഒറ്റ ചവിട്ട് വേണ്ടി താഴെ തള്ളി. കള്ളതൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ കാര്യം പോയിക്കണം ഒറിജിനലിനെ. അതുകൊണ്ട് എനിക്ക് തന്നതിന് ഞാൻ സന്തോഷമായിട്ട് ഉള്ളത് അപ്പോഴപ്പോഴാ പറഞ്ഞു. 7ാമത്തെ വർഷമായി ഞാൻ ഒഴിമല്ലേ. അപ്പൊ കൂടെ എനിക്ക് വേറെ പട്ടി എറിഞ്ഞാലും കിട്ടും, പട്ടി അടിച്ചാലും കിട്ടും, പറഞ്ഞു വരും. അതുകൊണ്ട് പട്ടിയെ നായ്ക്കളെ സൂക്ഷിക്കുന്നവരെ പട്ടിയല്ല സൂക്ഷിക്കാൻ പറയും, മനുഷ്യനെ തന്നെ പറഞ്ഞു. ഇനങ്ങളുണ്ട്.
വർക്ക സ്നേഹമില്ലാത്ത സാധനങ്ങൾ. പലർക്കും ബോധ മനസ്സ് തുറക്കാത്തുണ്ട്. അതിയായിരിക്കും നമ്മളെ വീട്ടിൽ പട്ടി ചില പേപ്പട്ടിയായി പോണെങ്കിൽ പേപ്പട്ടി ആയാൽ സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അത് മനുഷ്യൻ പേപ്പട്ടി ആയി കഴിഞ്ഞാൽ അത് സൂക്ഷിക്കാൻ ഗുണമില്ലാത്തവരായ നല്ല ദൈവം ആഗ്രഹിക്കണം എന്ന് ഞാൻ വളരെ ഉപദ്രവിച്ചതാണ്. എങ്കിൽ സുവിശേഷ വിരോധിയായിരുന്നു. പാസ്റ്റർമാരെ അടിച്ചവരാണ്. 2 പാസ്റ്റർമാർ, ഒരു പാസ്റ്റർ ഇപ്പോൾ ഒരു പ്രവാചകനെ ഇവിടെ അടിച്ചെടുത്തിട്ടു. അത് ശ്രദ്ധിക്കണം. വർഷങ്ങൾക്ക് ശേഷമാണ് 1977, 78 79 ഞാൻ പ്രവാചകനെ അടിച്ചത്. ഇതിനകത്ത് അടിച്ചിട്ടത്. കാരണം ഞാൻ കണ്ണ് ചത്താണ് വരുന്നത്. ഞാൻ വരുന്നത് പെരുവിരൽ കാണത്തക്ക നിലയിൽ മാത്രമേ ഞാൻ കുടിച്ച് വരുന്നത്. ആ കാലത്ത് അങ്ങനെ വരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. ക്രിസ്തുവിനെ ഞാൻ കേട്ടിട്ടില്ല. ബൈബിളിനകത്ത് ഇരിക്കുന്നത് എന്ത് വ്യാജമാണെന്ന് കള്ളനെന്ന് പോലും യേശു ക്രിസ്തു കള്ളനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അറിവുകേട് ദൈവം ക്ഷമിക്കുന്നവനാണ്. പക്ഷെ അറിവ് ഉള്ള പ്രവാചകന്മാരും അധ്യക്ഷന്മാരും ക്ഷമിക്കില്ല. വളരെ ശ്രദ്ധിക്കും അല്ലേ? അങ്ങനെയല്ലേ? അറിവ് എല്ലാവരെയും എല്ലാം പറഞ്ഞത് ഒരു കൂട്ടം മക്കൾ അല്ലേ? ദുഷ്ടൻ പറഞ്ഞ കേട്ടില്ലേ എന്ന് പറയും അല്ലേ? നമ്മുടെ ദുഷ്ടനെന്നോ മലിനെന്നോ പറയാൻ അധികാരമുണ്ടോ? ഒരു ദൈവത്തിന്റെ പ്രവാചകനോ പ്രവാചകോ മറ്റൊരു സഹോദരനോ മലിനമെന്ന് പറയാൻ അധികാരമുണ്ടോ? അതുകൊണ്ട് പത്രോസിന് താക്കീത് കൊടുത്തു. അവന് ഇരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഭയങ്കരമായ വിഷയം. അപ്പൊ അവിടെ എത്തി നോക്കിയപ്പോ ആഹാരം ആയിട്ടില്ല. ദൈവം എന്ത് ചെയ്യുന്നു? 4 കോണുള്ള പാത്രം ഇറക്കി കൊടുക്കുക. ഇറക്കി കൊടുത്തിട്ട് പത്രോസ് അടുത്ത് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോഴും കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ അശുദ്ധമായത് കഴിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞപ്പോ വീണ്ടും അത് വലിച്ചെടുത്ത് വീണ്ടും അവൻ തന്നെ 10 ദിവസം അടുത്ത് കഴിക്കാൻ പറഞ്ഞു. തിരിച്ച് വീണ്ടും വലിച്ചെടുത്തു. അടുത്ത് വീണ്ടും 3ാമത് ഇറക്കി കൊടുത്ത് 10 ദിവസം അടുത്ത് കഴിക്കാൻ പറഞ്ഞു. ഞാൻ മലിനമായത് കഴിച്ചു. ഞാൻ വിശദീകരിച്ചതിന് അതിലെന്തെല്ലാം ഇനമുണ്ട്. അത്ര എണ്ണത്തിന്റെ വർക്കം ജാതികളുണ്ട് അല്ലേ? അത്രയും സാധനം. അപ്പം ജാതികളെ അപ്പൊ അവന് എഴുത്തും പിടിയൊന്നും കിട്ടിയില്ല. ഈ ദർശനം എന്തെന്ന് ഇരിക്കുന്ന വെളിപ്പാടുള്ളവനാണ്. അവന്റെ നിഴല് തട്ടി രോഗികൾ സൗഖ്യമാകുന്നതാണ്. ചില കാര്യങ്ങൾ ദൈവം തുറന്നു കൊടുത്താൽ മാത്രമേ അപ്പൊ പിന്നീടത്തിൽ അത് മനസ്സിലാകും. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ കൊർന്നേലിയെ സഹിച്ച ഭക്തനായ മിലിറ്ററിക്കാരനായ ഭക്തനായ കൊർന്നേലിയോസ് ഒരു ദർശനം കണ്ടു. യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന സിമോൻ എന്നുള്ള മറുപേരുള്ള പോയി അന്വേഷിച്ചിട്ട് നീ ഇവിടെ കൂട്ടിക്കൊണ്ടുവരാൻ മാന്യതായ അത് നല്ല ഭക്തന്മാരെയും ബഹുമാനമുള്ള. അപ്പൊ അവൻ ഏത് നിലയില് ബഹുമാനിക്കപ്പെടുന്നു എന്നാണ് വളരെ ശ്രദ്ധിക്കുക. ചിലവരെ ഈ എടുത്ത് മാനിക്കുന്ന നിലയിൽ എടുത്തു ചുംബനം ചെയ്യുന്ന നിലയിലാണ് ദൈവം വെച്ചിരിക്കുന്നത്. ആ നിലയിൽ അവന്റെ പ്രവൃത്തിയെ പറ്റി ദൈവം ആത്മാവ് വർണ്ണിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അങ്ങനെ ചെയ്യാൻ സാധിക്കണം. എല്ലാവർക്കും സാധിക്കും. വേണമെങ്കിൽ ചക്ക മലയാളത്തിലൊരു ഭാഷയാണ്. വേണ്ടാന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കത്തില്ല. ഒരു വിശ്വാസിയെ കണ്ടിട്ട് പിണങ്ങിയിരിക്കുകയാണെങ്കിൽ ഒരു വിശ്വാസി നല്ല വസ്ത്രം എടുത്തുകൊണ്ട് പോകണ കണ്ടു കഴിഞ്ഞാൽ ഒരു വിശ്വാസിക്ക് പിടിക്കത്തില്ല. നല്ല വെള്ളസാരി, നല്ല പുള്ളി, നല്ല നല്ല നിറമുള്ള വെട്ടിത്തിളങ്ങുന്നതാണെങ്കിൽ. കാരണം ഇവിടെ ഉടുക്കുന്നതിനേക്കാളും നമ്മളെ ഈ പത്തനംതിട്ട കോട്ടയം ഭാഗത്തുള്ള സഹോദരിമാർ ഉടുക്കുന്ന തുണിയുണ്ട്. അവിടെ എങ്ങനെ നിൽക്കണമെന്നറിയാം. വയസ്സായ 96 വയസ്സായ സ്ത്രീയുടെ കളവികൾ പോലും അത് കളവിയത് തന്നെ പറയണേ. ഞാൻ ചുരിദാറിനെ കുറിച്ചല്ല പറയണത്, ആക്ഷേപിക്കുന്നതല്ല. ദൈവസത്യം. അതുപോലൊരു തുണി വാങ്ങിക്കാൻ ഇത്രയും കളി അന്വേഷിച്ചിട്ട് കിട്ടുന്നു. ഞാൻ വെള്ളസാരി വാങ്ങുന്നവനാണ്. പക്ഷെ അങ്ങനെ ഒരു തുണി എനിക്ക് അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ല, വാങ്ങിക്കാല്ല. അതിന് ദൈവജനത്തെ ഉടുപ്പിക്കാൻ. എന്റെ ഭാര്യ മക്കള് മാത്രമല്ല, എനിക്ക് സഹോദരങ്ങളുണ്ട്, എനിക്ക് എന്റെ അമ്മമാരുണ്ട്, എനിക്ക് അമ്മൂമ്മമാരുണ്ട്. എന്നെക്കാൾ പ്രായമുള്ള ഒരു അമ്മൂമ്മയാണ് അല്ലേ? എനിക്ക് 70 വയസ്സായി. എന്നാൽ ദൈവത്തിന്റെ മാന്യതയേറിയ കൃപകളും കൃപാദാനങ്ങളും നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ഒന്നിനും ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് വലിയവനാണ്, നല്ലവനുമാണ്. അവൻ ശക്തനാണ്, ബഹുമാനിച്ചാൽ ബഹുമാനം ഉള്ളത്. അവൻ ഒരിക്കൽ ഞാൻ
ഇങ്ങനെ പിന്മാറി ഇടുന്ന സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, യെഹെസ്കേൽ 16-ാം അധ്യായത്തിൻ്റെ ആ ഭാഗം എന്നോട് സംസാരിക്കണം, എന്നോട് ഒരു ദർശനത്തിൽ കൂടെ സംസാരിക്കണം. ഞാൻ നിന്നെ അടിയിൽ കൂടെ കടന്നുപോയപ്പോൾ നിനക്ക് പ്രേമത്തിൻ്റെ സമയമായത് കണ്ടു. അതിന് വഴിയാണ് നീ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നു, എന്ന് വെച്ചാൽ പാപത്തിൽ കിടക്കുന്നു എന്നാണ്. അപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നുവെങ്കിലും നീ എഴുന്നേൽക്കുക, ഞാൻ എൻ്റെ വിചിത്രമായ വസ്ത്രം നിന്റെ മേലിൽ കൊണ്ട് ഞാൻ ചെരുപ്പ് ഇങ്ങനെ. അവിടെ 9-ാം വാക്യത്തിൽ എഴുതിക്കുന്നത്, ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു, രക്തം കഴുകി തൈലം പൂശി. അപ്പൊ നമുക്ക് രക്തം കഴുകി പാപം വെള്ളത്തിൽ അടക്ക ശുശ്രൂഷയോട് ചേർന്ന ഒരു സ്നാനത്തെ കുറിച്ചാണ് 16-9 എഴുതിക്കുന്നത്, ഞാൻ നിന്നെ വെള്ളത്തിൽ കുളിപ്പിച്ചു, രക്തം കഴുകി തൈലം പൂശി. അപ്പൊ ദൈവമുള്ള വളരെ അത് പ്രസംഗിടാനും ഞാൻ കേട്ടില്ല ഇതുവരെ. പക്ഷേ ഞാൻ എൻ്റെ ഒരു പാട്ട് പുസ്തകത്തിൽ എല്ലാ സൈഡിലും എല്ലാം എഴുതി അടിച്ചിട്ടുണ്ട്. 1000 പാട്ട് പുസ്തകം അടിച്ച് ഫ്രീ ആയി കൊടുക്കാൻ മതി. അതുപോലെ തന്നെ അന്ന് ഞാൻ ഒരു പാട്ടും എഴുതിയിട്ടില്ല. ഫ്രണ്ട് പേജിൽ 2 കുഞ്ഞുങ്ങളെ ഫോട്ടോ, ഒരു മാർത്തോമക്കാരൻ്റെ 2 കുടുംബത്തിൽ 2 മക്കളെ പെൺപിള്ളേർ, 2 കുട്ടികൾ. അതിൻ്റെ ബാക്ക് സൈഡിലും 2 പിള്ളേരെ ഫോട്ടോ, 4 കുട്ടി പിള്ളേർ. നമ്മുടെ ആൾക്കാർ എൻ്റെ ബന്ധത്തിലുള്ള ആരെയും അതിന് കയറ്റിയില്ല. ആരെങ്കിലും കിട്ടിയ ആളെ കയറ്റണോ? അവൻ കത്തോലിക്കനോ മാർത്തോമക്കാരൻ്റെ മക്കളെ ഫോട്ടോ അവിടെ ഇരുന്ന കുഴപ്പത്തിലൊന്നുമില്ല. ഒരു പൈസ പാട്ട് പുസ്തകം പോലും വിൽക്കല്ലെന്ന് പറയും. എല്ലാവരും ഫ്രീ ആയി കൊടുത്തേക്കാൻ പറയും. ആ സമയം തിരുവല്ലയിൽ വള്ളംകുളം എന്ന സ്ഥലത്ത് ഒരു കോളനിയുണ്ട്. ആ കോളനി ഞാൻ ഒരു കാലത്ത് പോയ സമയത്ത് ഇതേപോലെ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് മരം മുറിക്കാൻ കിടന്ന് പോയ സമയത്താണ് ആ കോളനി തങ്കപ്പൻ എന്ന പെന്തക്കോസ്തുകാരൻ തന്നെ അവൻ എന്നെ വിളിച്ചുകൊണ്ട് ആ നാട്ടിൽ കൊണ്ട് വിളിച്ചുകൊണ്ട് അന്ന് ഈ പുത്തരിക്കണ്ട മൈതാനത്തിൻ്റെ മകളിൽ ഈ വന്നോടികൾ ഒന്ന് കിടക്കണമില്ല, ചെരുപ്പ് കുത്തികളും കുടകെട്ടുകാരും 2 കൊമ്പ് ഊതിയിട്ട് ഇതിൻ്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക് വിരിച്ചിട്ടാണ് അവിടെ കിടക്കുന്നത്. ഇതുപോലെയാണ് അങ്ങനെയുള്ള വീടുകളാണ്. ഒരു നേരാവണ്ണം ഒരു സ്കൂട്ടറോ സൈക്കിളോ പോലും ഇല്ലായിരുന്നില്ല. അന്ന് ആ വീടുകളിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ വരുമ്പോൾ ഞാൻ ഇവിടെ കാണുന്ന ഈ സ്ഥലമായിരിക്കും. ഞാൻ ആ ടൈമിലേ വരുള്ളൂ. ആ വരുമ്പോഴേ ഇവിടെ ഒരു വലിയൊരു മാറ്റം കാണും. ഒറ്റ ചെറ്റക്കൂര ഇവിടെ കാണത്തില്ല. അങ്ങനെ 3 വർഷം കഴിഞ്ഞ് ചെന്നപ്പോൾ കാണാം ചെറ്റക്കൂര ഇരുന്ന സ്ഥലത്തല്ല എല്ലാം വലിയ 1 ഇല 2 ഇല അങ്ങനെ 3 ഇല സാധുക്കള് അപേക്ഷയ്ക്ക് ആലോചനയ്ക്ക് ഭംഗം. അവൻ എപ്പോഴും ദരിദ്രരുടെ കൂടെ ഉള്ളവരാണ്. പാവപ്പെട്ട മക്കളുടെ കൂടെ, തങ്ങളെ താഴ്ത്തി കൊടുക്കുന്നവരുടെ കൂടെ, ഒരു ദൈവത്തിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് കീഴ്പ്പെടുന്നവരുടെ കൂടെയും ആ ദേശത്ത് കൂടെ ദൈവത്തിന്റെ വാസം ഉണ്ടായിരിക്കും. അങ്ങനെ ആ ദൈവത്തിന്റെ വാസം അവിടെ ഉള്ളത് കൊണ്ടാണ് ഉണ്ടായതുകൊണ്ടാണ് അവരെല്ലാം നല്ല പാർപ്പിടങ്ങൾ വെക്കാൻ കാരണമായി. എന്നിട്ട് അവിടെ തന്നെ കൂലിവേല ചെയ്തുകൊണ്ടിരുന്ന അത്രയും എവിടെയായി എന്നറിയുമോ? വെളിനാടുകളിലായി. കംപ്ലീറ്റ് ഒരു വെളി. അവരെ അവരുടെ ബന്ധുക്കൾ അത്രയും കൊണ്ടും. പക്ഷെ നമ്മളെ നാട്ടിൽ നമ്മളെ ബന്ധുക്കൾ പരിശീലിരുന്ന ഒരു കുഞ്ഞുങ്ങളെ പോലും കൊണ്ടുപോകത്തില്ല. അത് എൻ്റെ ഒരു അമ്മച്ചൻ്റെ കണക്കാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഞങ്ങളുടെ അമ്മമ്മയ്ക്ക് 10 മക്കൾ, 11 മക്കൾ. ആദ്യം ഒരു കുട്ടി മരിച്ചു, പ്രസവം കഴിഞ്ഞ് വന്നതിനെ മരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഏറ്റവും ഇളവനാണ് ചന്ദ്രൻ, എൻ്റെ അമ്മാച്ചൻ. ഏറ്റവും എൻ്റെ കാലം 4 വയസ്സ് കുറവാണ്. ബഹറിൽ ഏതാണ്ട് 36 വർഷം ഇരുന്നു. 36 വർഷം ഇരുന്ന് 4-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളവർ. പക്ഷേ എഞ്ചിനീയറാണ്. 4-ാം ക്ലാസ് വരെ പഠിച്ച് കത്തോലിക്ക പെണ്ണേനും ഭാഗം ചെയ്തിരുന്നത്. വളരെ ശ്രദ്ധിക്കണം. കൃപാലുവ അവനുണ്ടാക്കിയ സ്ഥാനം. അപ്പുറത്തൊരു വീട് മകൾക്ക് വെച്ച് കൊടുത്തു. അവർക്ക് വേറെ ഒരു വീട് വെച്ച് കൊടുത്തു. മകൻ ഇന്ന് വെളിനാട്ടിലെ എഞ്ചിനീയറാണ്. വെളിനാട്ടിൽ എഞ്ചിനീയർ, ലക്ഷോപലക്ഷ ശമ്പളങ്ങളുണ്ട്. അവനും ഉണ്ട്. തന്ത ഉണ്ടാക്കി കൊടുത്തതിന് ഈ 2 വീടുകൾ ഉണ്ടാക്കി കൊടുത്തു. തന്ത പിന്നെയും കുറച്ച് സ്ഥലങ്ങൾ വാങ്ങി കൊടുത്തു. പിന്നെ തന്തയുടെ അക്കൗണ്ടിലേക്ക് 60 ലക്ഷം രൂപ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ പലിശ വാങ്ങിച്ചൊക്കെയാണ് അവൻ തിന്നത്. അപ്പോൾ എന്നെപ്പോലുള്ള ഒരുത്തൻ ഇവിടെ കിടന്നു കഴിഞ്ഞാൽ ഒരു പാളയംകോട്ടം പഴം അല്ലെങ്കിൽ 2 കപ്പപ്പഴം, 2 കപ്പപ്പഴവും കുറച്ച് ഈ പുളിക്കുന്ന ഓറഞ്ച് വാങ്ങിച്ചിട്ട് പുളിപ്പുള്ള സമയത്തുള്ള ഓറഞ്ചാണെങ്കിൽ അവനെ കുറ്റം പറയാൻ കാര്യമില്ല. അത്രയെങ്കിലും കൊണ്ടുപോയി സത്തു. അപ്പോൾ ഞങ്ങൾ തമ്മിൽ ശത്രുക്കളായി. അപ്പോൾ എനിക്കിപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടതുകൊണ്ട് ഞാനും അവൻ ചെയ്ത പ്രവൃത്തിക്ക് കാരണം എന്നെ അവനും ഈ നാട്ടുകാരും കൂടെ എന്നെ ജയിലിൽ കയറ്റിക്കണം. മനസ്സിലായി?
ആ കടി എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൻ്റെ അവിടെ പോകേണ്ടാവില്ല. അതൊരു പണമുള്ളവനാണ്, പട്ടിയെ കെട്ടിയിട്ടുണ്ട്. അവൻ്റെ വീട്ടിൽ ഈ സഹോദരിമാർ അവിടെ കയറി ചെല്ലാതിരിക്കുക. അതുകൊണ്ട് അവൻ്റെ ഭാര്യ ഒരു വീട്ടിലും പോകാൻ പാടില്ല, ആരെ വീട്ടിലും അവൾ പോകത്തില്ല, നുണ കേൾക്കാനും പോകില്ല. പിന്നെ വെളിയിൽ നിന്ന് പറഞ്ഞോളാം സംസാരം. നമ്മളെ വീട്ടിൽ ഇത് ഗേറ്റില്ലാതെ ഇട്ടിട്ടുണ്ട്, ആർക്ക് വേണോ കയറി അടിക്കാൻ വേണ്ടി. ഇതിപ്പോൾ പബ്ലിക്കായിട്ട് തുറന്നിട്ടേക്കെന്ന് വെച്ചാൽ ഇവർ ഇനി ഗേറ്റ് തുറന്ന് വരണ്ട, ഇനി കയറി ഇനി വരാടിക്കുക. അങ്ങനെ വന്ന് 2 കൂട്ടുകാർ വന്നു, മാർക്സിസ്റ്റ് പാർട്ടി വന്നു, കൊടിയും പിടിച്ചുകൊണ്ട് അടിയും വാങ്ങുമായിട്ട് വന്നു. അത് RSകാരും വന്നു ഇവിടെ വന്ന്. പക്ഷേ ഞാനങ്ങ് മുങ്ങി വളരെ എത്തിയാണ്. പക്ഷേ പിറ്റേ ദിവസം രാവിലെ ഞാൻ ഊരിട്ടം വെളുത്ത് നിൽക്കുകയാണ് അവിടെ. അപ്പോഴും കർത്താവിൻ്റെ ചോദിക്കുകയാണ് എന്തിനോട് ദേഹത്തിൽ പോയ കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചു. ഒറ്റ ഒരു മനുഷ്യനിൽ കൂടെയാണ് അവൻ്റെ ദേഹത്ത് തൊട്ടാൽ ഞങ്ങൾക്ക് ഇടപെടുന്നത്. നായർ സമുദായത്തിൽ ഒരു കിടലൻ പയ്യൻ അവന്റെ ദേഹ ലക്ഷ്മണൻ നാടാരുടെ മകനെ തൊട്ട ലക്ഷ്മണന്റെ മകൻ അർജുനൻ ഒരു തെറ്റ് കാണാതെ ഒരു പ്രവൃത്തി ചെയ്യത്തില്ല. തെറ്റ് കണ്ടാ മുട്ടിട്ട് പോകണം, അവന്റെ ന്യായം കാണും. അത് പറയാം. അതുകൊണ്ട് അതിനകത്ത് കൊടുക്കും. വളരെ ശരി, എന്നെ വെട്ടി അറിയാമെന്ന് അത് പറ്റും. ഞാനിത് പറയുന്നത് നമ്മളെ കർത്താവ് യേശു ക്രിസ്തു കൊലമരത്തി കേട്ടാണല്ല നമ്മളിപ്പോൾ വിളിച്ചത്. പിന്നെ നിത്യജീവൻ, ജീവനും നിത്യജീവനിലേക്ക് മറ്റുള്ളവരുടെ കൂടെ രക്ഷയിൽ കൊണ്ടുവന്നു. ശാന്തതയോട് സൗമ്യതയോടും ആരാധനപ്രിയനായ ദൈവം എൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, ആരാധനപ്രിയനായ ദൈവം. ശിവഭക്തനായിരുന്നു ഞാൻ. കാരണം ഒരു ബൈബിൾ ഒരിക്കൽ ആത്മഹത്യക്ക് വേണ്ടി ഇരുന്നപ്പോഴാണ് ബൈബിള് ഞാൻ ചാണകം കുഴിക്കാത്ത പള്ളി അവളെ പിടിച്ചുപോയി, ചാണകം കുഴിക്കാത്ത പള്ളിയിൽ പോകണം, അവളെ ചാണകം കുഴിക്കാതെ മേടിച്ച് ചവിട്ടിത്താത്ത് വെച്ചു. ഇതുവരെ ചവിട്ടിത്താത്ത് വെച്ചു. അതുകൊണ്ടാണ് ഇടുപ്പിന്റെ ജോയിന്റ് ചെയ്തപ്പോഴ് 1977 മുമ്പാണ് അത് ഞാൻ. പക്ഷെ 1977 ഇതാ പിന്നെ ആത്മഹത്യ ഒരു അടിക്കേസ് ഒന്നും പിടിച്ചു നിൽക്കാൻ വയ്യാത്തതുകൊണ്ട് എന്ത് സംഭവിച്ചു. അതുവരെ ഞാൻ ശിവഭക്തനായിരുന്നു. ഞങ്ങളത് പള്ളിയിൽ വെച്ച് കിട്ടി. അത് തളിച്ച വെള്ളമൊക്കെ തളിച്ച് ആക്ഷേപിക്കല്ല, എനിക്ക് എൻ്റെ അത്രയേ ഉള്ളൂ. പെണ്ണ് ഒരു പെണ്ണ് കിട്ടുക ആരും തരാത്തതുകൊണ്ട് എനിക്ക് തരില്ല ആരും ഒരു പെണ്ണ്. അത്രയ്ക്ക് നല്ലവനായിരുന്നു. മറ്റേ കാര്യം പറഞ്ഞു, എൻ്റെ അപ്പൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവരുടെ ഒരു മകള് ബേബി എന്നൊരു മകളുണ്ടായിരുന്നു. ഞാൻ മർഷാബിൽ ഒരു 3 വർഷം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ തമ്മിൽ ഭയങ്കര പ്രേമമായി, വളരെ സത്യമാണ് പ്രേമമായി. ഇത് എൻ്റെ ഒരു സഹോദരൻ അമ്മയുടെ അനിയത്തിൻ്റെ മകൾക്ക് അറിയാമായി. അവൾ നേരെ രഹസ്യമായിട്ട് വണ്ടിയിൽ കയറി നേരെ ഇവിടെ തിരുവനന്തപുരത്തുനിന്ന് അപ്പൻ്റെ അമ്മയടുത്ത് പറഞ്ഞു, ബേബിയെ ഇഷ്ടമാണ് അർജുന്, എനിക്ക് കണ്ടു, അവൾക്കും ഇഷ്ടമാണ്, പക്ഷേ നിങ്ങളൊന്ന് പെണ്ണ് വയ്ക്കണം. അങ്ങനെ വളരെ സന്തോഷത്തോട് ഞാൻ എന്നെയും കൂടെ വിളിച്ചു കൊണ്ടുപോയി. എൻ്റെ അടുത്ത് അങ്ങ് കൊണ്ടുപോയില്ല, അവർ അമ്മയും അപ്പനുമായിട്ട് ചെന്ന് ചോദിക്കണം. അപ്പോൾ അമ്മയാണ് ബഹുമാനത്തോട് സംസാരിക്കാൻ കഴിവുള്ള, അപ്പനാണ് വളരെ സാന്ത്വനമുള്ള. അമ്മയ്ക്കാണ് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഓടാതെ വിളിച്ചിട്ട് ഇപ്പോൾ പറയുന്ന സാധനമാണ്, വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ വളർന്നത്. അപ്പോൾ എൻ്റെ മാമൻ പറഞ്ഞ മറുപടി എന്താ പറയുക, ഈ റോഡിൽ കൂടെ പോണ പട്ടിക്ക് കെട്ടിക്കൊടുത്താലും യവന് കെട്ടിക്കൊടുത്തില്ല. അയാളെയും അവൻ്റെ ഒരു ബന്ധു എൻ്റെ പുറകെ കൂടെ ഒന്ന് എന്നെ അടിക്കാൻ നോക്കി. തമിഴ് 2 ചീത്ത. അവൻ ആൾക്കാരെ ബന്ധുക്കളെ വിളിച്ചു, എല്ലാത്തിനും അടിച്ചു. അതിനും എൻ്റെ മാമനെയും കിട്ടിയത് പറയുന്നില്ലേ, അതാണ് വൈരാഗ്യം. അതുമല്ല എൻ്റെ പുറത്ത് കള്ള് കുടിക്കുക, അടിയുണ്ടാക്കുക, പ്രശ്നങ്ങളാണ് എൻ്റെ അവിടെ. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് കെട്ടിക്കൊടുത്ത അവരെ മകള് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. അതേ കണ്ടു, അതേ വിചാരിച്ചുള്ളൂ. അതുകൊണ്ടാണ് ഈ റോഡിൽ കൂടെ പോണ പട്ടിക്ക് കെട്ടിക്കൊടുത്താലും എനിക്ക് കെട്ടിത്തരില്ല. അപ്പം ആ പട്ടിയേക്കാളും തരം താണ നിലയിലാണ് എന്നെ കണ്ടത്. പിന്നത്തെ ഞാൻ ഈ രക്ഷയിൽ വന്നതിന് ശേഷം ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ നോക്കി. വിവാഹം കഴിഞ്ഞു, അവളൊരു പ്രാന്തിയെ പോലെ ഭർത്താവ് ഉപേക്ഷിച്ചു, 3 മക്കളായി. അത് കഴിഞ്ഞിട്ട് അവൾ ഭിക്ഷാടനം നടത്താൻ തുടങ്ങി. ഞാൻ ഇനി തമിഴ്നാട് എല്ലായിടത്തും ഭാര്യയായിട്ട് സ്വീകരിക്കാൻ വേണ്ടിയല്ല, എൻ്റെ ഒരു സഹോദരിയായിട്ട് തീരുമാനിക്കാൻ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ച് തമിഴ്നാട് പല സ്ഥലത്തും പോയി. പക്ഷേ ദൈവം എനിക്കത് വെളിപ്പെടുത്തുന്നില്ല. വേണ്ടാത്തതുകൊണ്ടായി ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും ദൈവം മാറ്റിയത്, കൃപാലുവായ ദൈവം. അതുകൊണ്ട് നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴ്പ്പെടാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ ദുഃഖിക്കാൻ സമയം കിട്ടുമ്പോൾ ദുഃഖിക്കുക, പറഞ്ഞ് വിതുമ്പൽ ഉണ്ടാകാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നമുക്ക് വായിക്കാം. നമുക്ക് ലൂക്കോസ് 6-ാം അധ്യായത്തിൻ്റെ
27 മുതലുള്ള വാക്യം എന്നെ ഒന്ന് സഹായിക്കും. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ആമേൻ. ഹല്ലേലൂയ. അവിടെ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം അവിടെ നോക്കിയുള്ളൂ നമ്മൾ ശ്രദ്ധിക്കും. അതിൻ്റെ താഴോട്ടുള്ള വാക്യത്തിൽ 36 മുതൽ വായിക്കും. അങ്ങനെ 35, 36 നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്വിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ. അപ്പൊ കടം കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. പൈസ കടം കൊടുക്കാൻ പറഞ്ഞില്ലേ? ആരാണ് പറഞ്ഞത്? കർത്താവിൻ്റെ മക്കൾക്ക് പൈസക്ക് ആവശ്യമുണ്ട്. ഒരു യാത്ര പോകണമെങ്കിൽ പൈസക്ക് ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് ഞാൻ എന്ത് ചെയ്യട്ടെ? ഞാൻ അങ്ങനെ ചോദിക്കാണ് കർത്താവ്. ഞാൻ ചെന്ന് അത് ആദ്യം കാണിച്ചിട്ട് പെന്തക്കോസ്തുകാരുടെ പൈസ ഇരിക്കുന്നു. അപ്പൊ അവിടെ അവരും കൂടെ പ്രാർത്ഥിക്കുന്നവരാണ്. ചോദിക്കുമ്പോൾ ഒരു പൈസ ഇല്ലാന്ന് ബൈബിളിനകത്താണ്. 2000 രൂപ ബൈബിളിനകത്ത് വെച്ചിരുന്നു. ആരെ പേടിച്ച്? മക്കളെ പേടിച്ച് അതിനകത്ത് വെച്ചിരുന്നു. പക്ഷേ അവരെ ഇല്ലെന്ന് പറഞ്ഞു. കർത്താവ് ഞാൻ ഇനി എന്ത് ചെയ്തിട്ടെന്ന് ചോദിക്കും. അപ്പുറത്തെ ഒരു ബാബു സാറ് ഉണ്ട്, അവിടെ ചെന്ന് വരുന്നു. അവൻ SNDP കാരനാണ്. അവിടെ ചെന്ന് സാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഭാര്യ എടുത്ത് ചോദിച്ചു സാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടെന്ന് പറയും. എന്തെന്ന് പറയും? ഞാൻ പറഞ്ഞു എനിക്കൊരു 1000 രൂപ വേണം. ഇന്നത്തെ അവിടെ വരേണ്ട ആവശ്യമില്ല, 1000 മതിയോ എന്ന് പറയും. ഞാൻ മതി. ഞാനിവിടെ 1000 ചോദിച്ചപ്പോൾ ഒരു പൈസയില്ല. ബൈബിളിനകത്ത് 2000 ചോദിച്ചു. ഇതൊക്കെ പ്രാർത്ഥനയ്ക്ക് പോയി. എന്തിനാണ് ഈ 1000 രൂപ? 1000 രൂപ ആവശ്യമില്ല. 7 സ്ത്രീകൾ എൻ്റെ കൂടെ വരുന്നവർക്ക്, ഞാനാണ് ആണായിട്ടുള്ള 7 സ്ത്രീകളും വരും, എൻ്റെ ഭാര്യ, ബാക്കി എല്ലാവരും കൂടെയായിട്ട് ഹോട്ടലിൽ അങ്ങോട്ട് പോകുമ്പോൾ, ഉപവാസത്തിലാണ് നമ്മൾ പോണത്. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ ഒരു ചായ കുടിക്കും, ഒരു മിനിറ്റ്. അവിടെ ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കും, ആഹാരം വാങ്ങിച്ചു കൊടുക്കും. പിന്നെ ഓട്ടോ പിടിച്ച് അങ്ങ് പോകണം. അവിടെ പോയി പയറുകഞ്ഞിയും കുടിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഉണ്ണണം. അപ്പോൾ ഒരാൾക്ക് കോഴിയാണെങ്കിൽ ഒരാൾക്ക് എരുമ വേണം. ചോദിക്കണം, ഒരാൾക്ക് കോഴിയാണെങ്കിൽ ശ്രദ്ധിക്കണം, ഒരാൾക്ക് കോഴിയാണെങ്കിൽ ഒരാൾക്ക് ബീഫ്, ഒരാൾക്ക് പൊരിച്ച മീനാണെങ്കിൽ മറ്റൊരാൾക്ക് വേറെ. ഞാൻ എല്ലാവർക്കും അവരവർക്ക് ആവശ്യമുള്ള വാങ്ങി. എന്നിട്ട് ഞാനൊരു ചായ കുടിച്ചോണ്ട് മര്യാദയ്ക്ക് അവിടെ ഇരിക്കും. എന്തെന്നറിയാം, ഞാൻ കൂടെ തിന്നാൻ തുടങ്ങി കഴിഞ്ഞ് ശരിയാവത്തില്ല. അതുപോലെ അപ്പോഴിനി വേറെ സ്ഥലത്ത് പോകണം. അതുകൊണ്ട് എന്നിട്ട് കരമന വന്ന് ഇറങ്ങുമ്പോൾ ഇതിലുള്ള എത്ര രൂപ മിച്ചമുണ്ടോ ആ മിച്ചം ഈ കരമന ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് ചന്തയാണ്. അപ്പോൾ ഇനി വടനെ വാങ്ങിച്ചിടുന്നത് തിരുമല ചന്തയിൽ പോകേണ്ട ആവശ്യമില്ല. ഒരാൾക്ക് 50 രൂപ കൊടുക്കും, ഒരാൾക്ക് 60 രൂപ കൊടുക്കും, ഒരാൾക്ക് 70 രൂപ കൊടുക്കും. എൻ്റെ ഭാര്യയ്ക്ക് 30 രൂപ കൊടുക്കും. എൻ്റെ ഭാര്യയ്ക്ക് 30 രൂപ കൊടുക്കും. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആരാണ്? എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് നോക്കും, ദുഷ്ടൻ ഞാൻ വിചാരിക്കായിരിക്കും എനിക്കല്ലേ കൂടുതലല്ല. അവർ പോയിട്ട് നമ്മളെ കൂടെ വന്നവരാണ് അല്ലേ? അപ്പോൾ എൻ്റെ ബാക്കി പൈസ ഞാൻ അത് കൊടുക്കും. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ, അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ എൻ്റെ അടുത്ത് ഇനി വന്ന് പറയാം, അണ്ണാ ഇന്നലെ അണ്ണന് ഞാൻ പൈസ തന്നിരുന്നെങ്കിൽ അത് കണ്ടില്ല, 2000 രൂപ വെച്ചിരുന്ന് കണ്ടില്ല, 1000 രൂപ വെച്ചാൽ ഒരു പൈസ ഇല്ലാന്ന്. അപ്പോൾ പിന്നെ ആ പൈസ അവിടെ ഇരിക്കേണ്ട ആ വീട്ടിലെ എലി എടുത്തുണ്ട് മൂത്ത മാറ്റം. അപ്പം ഞാൻ പറയും നിന്റെ മകൻ എലിയായിട്ട് ഇറങ്ങി വന്നെടുത്തുണ്ട് തന്നെയാണ്. വന്ന് വൈകുന്നേരം പറയണം എൻ്റെ മോൻ തന്നെ എടുത്തുകൊണ്ട്. നമുക്കറിഞ്ഞൂടെ ഏതെലി എടുക്കും, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഞാനാരെയും ഒരാൾ പൈസ തന്നില്ലെന്ന് പറഞ്ഞ് വേറൊന്നും പറയും. കറക്റ്റ് അടുത്ത് ഞാൻ ആരെടുത്ത് ചോദിക്കുന്നു. വളരെ ഞാൻ കോഴിക്കോട് പോകണം 67 രൂപയും കൊണ്ട് പോയിട്ടുണ്ട്. ശരിക്കും അറിയാം, തിരിച്ചു വരാൻ നിവൃത്തിയില്ല. 3 ദിവസത്തെ പ്രാർത്ഥന ഒരു വീട്ടിൽ എന്നെ അയക്കാൻ നിർത്തുന്നു. അത് തിരിച്ചു വരാൻ എനിക്ക് പൈസയില്ല. ആടുത്തും ചോദിക്കാൻ, അവിടെ ചോദിച്ചാൽ കിട്ടും. 1990 ഞാൻ 1 വർഷമാണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ട് ഈ പൈസ കിട്ടും. പക്ഷേ അത് അവരെ ഞാൻ ചോദിച്ചില്ല. ദൈവമേ, എനിക്കൊരു മരം മുറിക്കണം, ഒരു തെങ്ങ് മുറിക്കാൻ വഴി എനിക്ക് തരാൻ പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോകാൻ നിവൃത്തിയില്ല. അതുപോലെ എന്നിക്കൂടെ സൗഖ്യമായ ഭൂതം പിടിച്ചിരുന്ന സൗഖ്യമായവർ 3 ദിവസം 3 മിനിറ്റ് വീതം, ഒരു ദിവസം 3 മിനിറ്റ്, 3 ദിവസം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ 3 ദിവസം ഞാൻ അവിടെ നിൽക്കണം. 3 മിനിറ്റാണ് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം നിന്ന്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പറയണം. അയാളൊരു പോറ്റിയാണ്, വളരെ സത്യം.
എന്നിട്ട് പിറ്റേ ദിവസം അതേ ടൈമിൽ പോയി പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ പറയും 3 ദിവസം ഞാൻ ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ 3 ദിവസം പ്രാർത്ഥിച്ചപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോയപ്പോൾ വിടുതൽ കൊടുത്തോളാം. ഞാനത് കണ്ടില്ല. 3-ാമത്തെ ദിവസം ഇയാൾ റോട്ടിൽ വന്നിട്ട് എന്നെ വരെ ഏൽപ്പിക്കാൻ. എന്നിട്ട് ഇന്നൊരു അത്ഭുതം നടന്നു. ഞാൻ ചോദിച്ചു എന്താണ് അത്ഭുതം? ഇല്ല അത് വേറെ ഒരു അത്ഭുതമുണ്ട്, വരാൻ പക്ഷേ പറഞ്ഞില്ല. അവിടെ ചെന്ന പോകണം. അവർ ഇങ്ങനെ ഇരുന്ന് കൈ അവർ കസേരയിൽ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കൊള്ളു, ഞാൻ കാണിച്ചു. അവർ കസേരയിൽ ഇരിക്കുന്നത് എൻ്റെ കാൽ പിടിച്ചാണ്. നിങ്ങൾ എന്തെങ്കിലും എൻ്റെ മുണ്ടെല്ലാം ആക്ഷേപിച്ചതായിരുന്നു. മുഖം ആക്ഷേപിച്ചാലും കുഴപ്പമുണ്ടാവും. എൻ്റെ ആവില്ല, നിങ്ങൾ ആക്ഷേപിക്കുന്നത്. അവർ കസേരയിൽ ഇങ്ങനെ വളരെ ശ്രദ്ധിപ്പു അങ്ങനത്തെ ബോധം. ഒരു തട്ടുണ്ട് 2 പേര് അങ്ങനെ 7-ാമത്തെ പ്രാവശ്യം വന്ന് ദൈവമേ ഒരു ഇരിപ്പിരിക്കണ ഞാൻ വിചാരിച്ച് കസേര പ്ലാസ്റ്റിക് കസേര എല്ലാം പൊട്ടിത്തെറിക്കുന്നു. അതിന് ഒരു കേടുമില്ലാതെ അവിടെ ഇരിക്കും. അപ്പം ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചു. കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം എന്നോട് ചോദിക്കുന്നത് ഇതെന്ത് ആര് അയാൾ. ഞാൻ പറഞ്ഞു ഇതൊരു പാട്ട് പുസ്തകമാണ്, CSA പാട്ട് പുസ്തകം. അപ്പോൾ കയ്യിരിക്കുന്നത് മറ്റേതാ അത് ബൈബിൾ. അതാണ് എന്നെ ജീവിതം. ഇന്നലെ രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ രാവിലെ 8:30 മണിക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം എന്നെ ദർശനം കാണിച്ചു. ദാസൻ്റെ വീട്ടിൽ പോകാൻ പറഞ്ഞു ആദ്യം. രണ്ടാമത് വാസുമേശ്വരി വീട്ടിൽ വരാറുണ്ട്. കർത്താവ് ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് അടുത്ത ദർശനം തന്നെ മാനാഞ്ചിറ മൈതാനം, കോഴിക്കോട് ഒരു മാനാഞ്ചിറ മൈതാനമുണ്ട്. വൈകുന്നേരം 5 മണിക്ക് എല്ലാവരും വന്ന് 4:30 മണി വരെ ജനം വന്ന് കയറും. അവിടെ വന്നിരിക്കും. എൻ്റെ അടുത്ത് വരുന്നത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദർശനത്തോട് പറയുന്നത് 400 ന്യൂ ടെസ്റ്റ്മെൻ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. ആ കാലത്ത് ഞാൻ 5 രൂപയ്ക്ക് 3 രൂപയ്ക്കാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ് വിലയ്ക്ക് വാങ്ങിച്ചാണ്. അല്ലാതെ ഫ്രീ ആരെയും പറയാൻ ഞാൻ നടന്നു പോകാം. കിട്ടില്ല നമുക്ക്. പറഞ്ഞ് എവിടെ കൊണ്ട് കളഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് പൈസ പലർക്കും കൊടുക്കുന്നത്. ഞാൻ 7 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് ന്യൂ ടെസ്റ്റ്മെൻറ്റ്. ആസ്പത്രിയിലൊക്കെ ഇതാണ് കൊണ്ട് കൊടുക്കുന്നത്. വളരെ ചെയ്യണം. അവിടെ കടന്നു പോയി അവിടെ ചെന്ന് ഇയാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു. ഇന്നും നാളെയും മറ്റത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വേറെ 3 മിനിറ്റ് അവിടെ നോക്കിക്കൊള്ളു ഒരു വാക്ക് പറയാം. പെട്ടെന്ന് അന്ന് തന്നെ ഓടിനത്തിൽ ഒരു മുറി 10-10 മുറിക്കകത്ത് എന്നെ വിളിച്ചു. ഇത്രയും ദൈവങ്ങൾ എൻ്റെ ജോലി നശിപ്പിച്ചു. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ജോലി രാജിവെച്ചാണ്. ഒരു ഭാര്യയെ സൂക്ഷിക്കുന്നത് കാണുന്നത് ഞാൻ ആദ്യമാണ്. എനിക്ക് ഭാര്യയെ സൂക്ഷിക്കുന്നത് താല്പര്യമില്ല. അതുകൊണ്ട് എൻ്റെ കണ്ണിനെ തുറപ്പിക്കാൻ വേണ്ടിയാണ് അയാൾ തീട്ടം വാരിയതും മൂത്രം എടുത്തതും അവരെ കുളിപ്പിക്കുന്നത്. ഒത്തിരി വണ്ണമുണ്ട്, ഇയാൾക്ക് ഒത്തിരി ആരോഗ്യമുണ്ട്. തൂക്കിയെടുത്ത് കൊണ്ട് പോകുന്നതല്ല ഇയാളാണ് ചെയ്യണത്. നോക്കിക്കോളൂ, ഒരു ഭാര്യ എന്ന് വേണത് 2 ഇവർ തമ്മിൽ 2 ശരീരമാണ്, ഒരു ശരീരമാകണം. ഒരു മനസ്സായാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലേ? നമുക്കൊരു മനസ്സുണ്ടെന്ന് വെച്ചാൽ എനിക്ക് കയ്പ് വാരി എറിഞ്ഞുകൊണ്ടിരുന്നാൽ പിന്നെ ഞാൻ കച്ചു പോകില്ലേ? കൈക്കോ അല്ലേ? അങ്ങനെയല്ലേ? കയ്പിൻ്റെ പാത്രം വാരി എറിഞ്ഞ് കയ്പ് വെള്ളം എന്നെ കുടിപ്പിച്ച് പറയുന്ന വാക്കുകളൊക്കെ എനിക്ക് എൻ്റെ ഈ ഇറങ്ങി പോകില്ലേ? നമ്മളെ ഹൃദയത്തിൽ വേദന ഉണ്ടാവില്ലേ? അപ്പോൾ നമ്മളത് കഴിച്ചു പോകും. അപ്പം നമുക്കതുപോലെ ചെയ്യാൻ പറ്റില്ല. ആ സുഖം പലരെയും ഞാൻ ചെയ്യുന്നുണ്ട്. സഹോദരിമാർ മക്കളെ പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം. കൃപാലുവൈദ്യം അവിടെ 3 മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കടന്നുപോയി. പിറ്റേ ദിവസം അതേപോലെ 3 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് അന്ന് ഞാൻ പ്രാർത്ഥിച്ച് പോയപ്പോൾ തന്നെ അത്ഭുതമായിട്ട് ആ വിടുതൽ ചാടി എഴുന്നേറ്റു. 3-ാമത്തെ ദിവസം ഞാൻ ചെന്നപ്പോൾ ഇയാൾ വഴിയത് റോട്ടിൽ നിൽക്കുകയാണ്. ഒരു അത്ഭുതം ഉണ്ടെന്ന് വേണ്ട. ഞാൻ ചോദിച്ചു എന്താണ് സംഭവം? എനിക്ക് വിശ്വാസമില്ല. ഞാൻ കണ്ട സാധനം ഇന്നലെ അങ്ങനെ ഇരിക്കും. അപ്പൊ പിന്നെ ഞാൻ പ്രാർത്ഥിച്ച പലപ്പോഴും അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത്. നല്ല വണ്ണമുള്ള സ്ത്രീ ഇങ്ങനെ ഇരിക്കണം. അപ്പൊ ഞാൻ ഇത് വിശ്വസിക്കൂ? ഞാൻ അറിഞ്ഞില്ല. അവിടെ ചെന്നപ്പോൾ അന്തപ്പെട്ടു പോയി. ഞാൻ ഉള്ളം കൊണ്ട് ദൈവത്തിന് ആ ദേശത്തിൽ ഇയാൾ അന്ന് തന്നെ 2-ാമത്തെ ദിവസത്തിന് ഒരു പോറ്റി സീരിയസ് ആയിട്ട് കിടക്കണം. 36 വയസ്സുള്ള ഒരു പോറ്റി, കിടിലം ഒരു പയ്യൻ, ഇത്ര പൊക്കം വരും കാണാം. മരണത്തോട് മല്ലടിച്ച് കിടക്കണം. ഭയങ്കരമായൊരു ഹാള് കെട്ടിയിട്ട് അതിനകത്ത് 150 നിലവിളക്കുകൾ, 150-151 നിലവിളക്ക് കമ്പനി കത്തിയിരിക്കണം. ഇതിൻ്റെ ഇടയിലാണ് അവനെ കടത്തിയിരിക്കുന്നത്. ജീവനുണ്ട് അവരെ വിശ്വാസം. അപ്പോൾ അയാൾ അവിടെ എന്നെ കൊണ്ടുപോയി. ഇവരുടെ ഏർപ്പാടിൽ കൊണ്ടുപോയിട്ടോന്ന് വെച്ചു. കൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ പറ്റുമോ?
ഞാനെന്തിനു പേടിക്കണേ? ആമേൻ. സ്തോത്രം. എന്നെ അയച്ചത് എന്നിട്ട് ഈ ദർശനത്തോടൊപ്പം ന്യൂ ടെസ്റ്റ്മെന്റ് കൊടുക്കുന്നവർ കൊടുക്കാൻ തുടങ്ങി. അടുത്ത ദർശനം വേണം. ഇവിടെ അത് കഴിഞ്ഞാണ് അങ്ങ് പോണത്. അടുത്ത ഇതാ വരുന്നത്. ഒരു കൂട്ടം മക്കൾ ഓടി വരികയാണ്. ആയുധങ്ങളുമായിട്ട് വരുന്ന വാള്, വെട്ടുകത്തി, പിച്ചാത്തി, കുറുതടികളുമായിട്ട് വന്ന് ഓടി വന്ന് ഒരുത്ത എത്ര നീളമുള്ള വാള് വെച്ച് എൻ്റെ കഴുത്തിൽ ഒറ്റപ്പെട്ട് എൻ്റെ തല മുറിഞ്ഞ് ഉടലോട് ഇവിടെ കിടക്കും. ഞാൻ പറഞ്ഞത് ഉള്ളം കൊണ്ട് പറയുകയാണ്, നീ എവിടെ വെച്ചെടുത്താൽ ഞാൻ സമ്മതിക്കുന്നു. എന്നെ താഴ്ത്തും. അങ്ങനെ ഒരു നേർച്ച കളയായിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുകയാണ്. കൃപാലുവായ ദൈവത്തിൻ്റെ സന്നിധി ആ വിടുതലോടി പോറ്റിയിലെടുത്ത് അവിടെ ഇവർ വിചാരിച്ചു ഞാൻ ചെന്നുകൊണ്ട് കൈ വെച്ച് കൊടുക്കും. ചിലർ നക്കാപ്പിച്ച കിട്ടാൻ വേണ്ടി കൈ വെച്ചാൽ ആ ഭൂതം എൻ്റെ കയറുന്നു പറഞ്ഞു. ദൈവത്തിന്റെ ആജ്ഞ ഇല്ലാതെ പറയേണ്ടത് പറ്റി യേശു ക്രിസ്തുവിനെ, ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ പറ്റി ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി അവന്റെ നാമം നിനക്ക് വിളിച്ചഴിക്കാൻ പറ്റുമെന്ന്. അത് പറ്റില്ല, നിങ്ങൾ പ്രാർത്ഥിക്കും. ഞാൻ പറയും, നീ 3 ദിവസത്തിന് വേണ്ട, അതിന് പോകുന്നു. അടി കൊള്ളുകയുള്ളൂ. അടിക്കാൻ ദൈവം സമ്മതിക്കുമോ? ദൈവ ആത്മാവിന്റെ വേലി കെട്ടിയാണ് എന്നെ ഒട്ടേക്കുന്നത്. അടി വാങ്ങിച്ചിട്ടില്ല എന്നല്ല, അടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കണം. കൃപാലുവായ ദൈവത്തിന് സന്നിധി ഞാൻ 2 പാസ്റ്റർമാരെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് 40 പേര് അടിക്കണം. 2 പേര് എന്നെ അടിച്ചു. 35 അടിയും ചവിട്ടുന്നറിയാം. ഈ 2 ചെവിക്ക് അകത്തൂടെ രക്തം. നിങ്ങൾക്കിത് അനുഭവിക്കാൻ പറ്റില്ല. എനിക്കത് കിട്ടണം. കാരണം ഞാൻ ചെയ്തുകൊണ്ട് അറിവില്ലാതെ ചെയ്ത പാസ്റ്റർമാരെ അടിച്ചതിൻ്റെ കൂലി ഞാൻ വാങ്ങിച്ചു, സന്തോഷമായിട്ട് ഞാൻ വാങ്ങിച്ചു. പക്ഷേ എനിക്ക് പകരം പറ്റിയതൊന്നും അല്ലാതെ സുവിശേഷത്താൽ കവിൾ കാണിച്ചു കൊടുക്കേണ്ടത് കവിൾ കാണിച്ചു കൊടുക്കും. പ്രതികരിക്കട്ടാന്ന് ചോദിച്ചപ്പം പ്രതികരിക്കേണ്ട, സഹിക്കാൻ പറഞ്ഞു. ഈ മൂക്ക് 2 മൂക്കിനകത്തുകൂടെ പാലൊക്കെപ്പെട്ടു പോയി. അകത്തുകൂടെ രക്തം, വായി കൂടെ രക്തം, ചെവി കൂടെ രക്തം. പറഞ്ഞു കേസ് കൊടുക്കാൻ എത്ര പേരെന്നറിയാം. അവരെ ബന്ധുക്കളത്തിനും കോടിക്കണക്കിന് ആസ്തിയുള്ളവർ അത്രയും വന്നു. ഒത്തം കൂടെ കേസ് കൊടുക്കാന്ന് പറയും. ഞാൻ പറയും വേണ്ട, എനിക്ക് കേസില്ല, ഞാൻ വിട്ടു, ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. അത് പറ്റില്ല, അവർ പകരം വിട്ടു. ഞാൻ പറഞ്ഞു പറ്റില്ല, ഞാൻ വിട്ടു കഴിഞ്ഞു, ഞാൻ ക്ഷമിച്ചു കഴിഞ്ഞു. പറഞ്ഞില്ലേ? അതൊരു പെന്തക്കോസ്തുകാരെ സഹോദരി ചെയ്ത കാര്യമാണ്, പരസ്യമാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ നന്മയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ 35-ാം വാക്യം ഒന്നുകൂടെ നിങ്ങളോ ശത്രുക്കളെ സ്നേഹിപ്പിൻ, അവർക്ക് നന്മ ചെയ്യുവിൻ, ഒന്നും പകരം ഇച്ഛിക്കാതെ കടം കൊടുപ്പിൻ, എന്നാൽ നിങ്ങളുടെ പ്രതിഫലം വളരെയാകും. നിങ്ങൾ അത്യുന്നതന്റെ മക്കളാകും. അവൻ നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ദയാലുവല്ലോ. നന്ദി കെട്ടവരോടും ദുഷ്ടന്മാരോടും ആര് ദയാലുവാണ്? സ്വർഗീയ ദൈവം. അവൻ ദയാലുവാണെങ്കിൽ ആ സ്വഭാവം നമ്മളിൽ വേണോ? അടുത്ത വാക്യമായ അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സൊലിവുള്ളവൻ ആകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവരാകുവിൻ. നിങ്ങളുടെ പിതാവ് മനസ്സലുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലുള്ളവർ ആകുവിൻ. ആമേൻ. വിധിക്കരുത് എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. നിങ്ങളെയും വിധിക്കത്തില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത് എന്നാൽ നിങ്ങൾക്ക് ശിക്ഷാവിധി ഉണ്ടാകയില്ല. ശിക്ഷാവിധി ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. വിധിക്കരുത്. ഒന്ന് കർത്താവ് പഠിപ്പിക്കുക. ഒരു വ്യക്തിയെ നോക്കി വിധിക്കരുത്. കൊർന്നേലിയോസ് അയച്ച ആൾക്കാർ വന്നപ്പോഴാണ് അവന് മനസ്സിലായി. ആ കൊർന്നേലിയോസ് അയച്ച ആൾക്കാരെ അവിടെ നിർത്തിയിട്ട് പിറ്റേ ദിവസം അവരുടെ കൂടെ പോകാൻ പരിശുദ്ധാത്മ കടന്നുപോയി. കൊർന്നേലിയോസിന്റെ വീട്ടിൽ ചെന്ന് മുഖവരയായിട്ട് ആദ്യമായി തുറന്നപ്പോൾ എന്തിനാ? ഒരു മനുഷ്യനെയും മലിനെന്നോ അശുദ്ധനെന്നോ പറയില്ലെന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ ഒരു മനുഷ്യനെ കുടിച്ച് കൂത്താടി കിടക്കുകയും ഓടെ ഉരുണ്ട് കിടക്കുന്നവനെയും മലിനെന്ന് പറയരുത്. ഒരു സ്ത്രീയെ പറയരുത്. യൂദാലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം, അവിടെ എഴുതിക്കുന്ന 21-22 വാക്യങ്ങൾ എഴുതിക്കുന്നതാണെന്ന് അറിയുമോ? അവിടെ സംശയിക്കുന്നവരാണ് ചിലരോട് കരുണ കാണിപ്പിൻ. അതിൻ്റെ അടുത്ത വാക്യം എഴുതി, ജഡത്തിൽ കരണ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് അവരോട് എന്ത് ചെയ്യണം? കരുണ കാണിക്കണം. ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത്
വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. രക്ഷിപ്പൻ. ജഡത്താൽ കറ പിടിച്ച ആ അങ്കി പോലും ജഡത്താൽ കറ പിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ഭയത്തോടെ കാണണം. നമ്മളത് കാണുമ്പോൾ അറപ്പ് പോകുന്നു. അതുകൊണ്ടാണ് പായിക്കാൻ പറഞ്ഞത്. പറഞ്ഞു മനസ്സിലെ വായിച്ചുകൊണ്ട് കരുണ കാണിക്കണമുണ്ട്. ഈ ലോകത്ത് മാന്യമായ ദൈവിക ഇതിന് വിളിച്ചവരുണ്ട്. പിന്നെ യോഹന്നാൻ 4-ാം അധ്യായത്തിൽ ശമരിയക്കാരിയെ വിളിച്ചതുപോലെ ഉണ്ട്. യോഹന്നാൻ 8-ാം അധ്യായത്തിൽ വ്യഭിചാരകർമ്മത്തിൽ പിടിക്കപ്പെട്ട മഗ്നകാരത്തി മറിയ, ഇവിടെ ആരെയും കുറ്റം വിധിച്ചില്ല. അവള് സ്വച്ഛ ജടാംശ തൈലം മറ്റൊരു കുഷ്ഠരോഗിയായ സിംഹന്റെ വീട്ടിലിരിക്കുമ്പോൾ അവളെ ചുംബനം ചെയ്യുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചവൻ യേശുക്രിസ്തുവിനെ ആഹാരത്തിനായിട്ട് വിളിച്ചവനാണ്. ഇവളൊരു പാപിയായ സ്ത്രീയെ എന്ന് പ്രവാചകനെങ്കിലും അറിയുമായിരുന്നു. പ്രവാചകനായിരുന്നെങ്കിൽ അറിയുമായിരുന്നു. അപ്പോഴാണ് ഉടനെ പ്രവാചകനെങ്കിലും അപ്പൊ തന്നെ കർത്താവ്, ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിച്ചു, ഞാൻ വന്ന സമയത്ത് വെള്ളം തന്നെ അവൾ കണ്ണുനീര് കൊണ്ട് അവള് എന്റെ ശവസംസ്കാരത്തിന് വേണ്ടി അവൾ ഒരിക്കൽ ജഡാംശി തൈലം സുവിശേഷനിൽ എവിടെയെല്ലാം നമ്മള് നന്മയായിട്ട് ചെയ്ത എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തിൽ വ്യഭിചാരികളുണ്ടായിരുന്നു, മോഷണ കള്ളനുണ്ടായിരുന്നു, കള്ളനോട്ടുകാരന്മാരുണ്ട്. ഇതൊന്നും ഞാൻ വാങ്ങി ചെന്നിട്ടില്ല. ഞാൻ അടിക്കാൻ പോകും. കൂലിക്ക് പോയിട്ടില്ല, ഒറ്റയ്ക്ക് പോകും. ഇത്രയും അങ്ങനെ ഒരു കൊള്ളരാതെ എന്നെ രക്ഷയിൽപ്പെടുത്തിയിട്ട് ചാടിയർ എന്നുള്ള ഒരു സൗകര്യം, ശ്യാമള എന്നൊരു സൗകര്യം വീട്ടിൽ പോകാൻ പറയും. ഇവിടെ ബുധനാഴ്ചയും ഞായറാഴ്ചയും പ്രാർത്ഥന ഉള്ളത് പറയാൻ പറയും. ദൈവം എന്നോട് പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പോകില്ല. അത് എന്തെന്ന് വെച്ചു അവിടെ ഞാൻ പറഞ്ഞ മറുപടി നിങ്ങൾ വളരെ സത്യമായിട്ട് കേൾക്കണം. ഞാൻ പറയും ഒട്ടം വ്യഭിചാരിയാണ് പറഞ്ഞു തീരുമ്പോ ഒരു ത്രാസിന്റെ മുമ്പ് എന്റെ കുടുംബത്തിന് എല്ലാത്തിനെയും ഒരു ത്രാസിക്ക് ഇപ്പോഴത്തെ ത്രാസിന് എന്നെ എന്റെ താന്നിരിക്കുന്നു പാപത്തിന്റെ കാലം. എന്റെ തട്ട എവിടെയെങ്കിലും എന്റെ കുടുംബത്തിന് ഏതാണ്ട് 400 ഇഷ്ടം ആൾക്കാര് ഒരു ത്രാസിന് തീപ്പട്ടിക്കുറ്റിക്ക് കയറ്റി ഇടുമ്പോൾ തീപ്പട്ടിക്കൂട്ടിനകത്ത് കയറ്റുമ്പോൾ ഇതിനകത്ത് നിർത്തിക്കണം. ദർശനത്തിൽ കൂടെ കാണിച്ചു. ഇതില് എന്നെ നിർത്തിയപ്പം താന്നിരിക്കണം. അവിടെ എന്താണ് പാപത്തിന്റെ കനം. ലംഘനം ക്ഷമിച്ചും പാപം മറിച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവ അകൃത്യം കിടക്കാതെയും ആത്മാവിൽ കപടമില്ലാതെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആത്മാവിൽ കപടം ഉണ്ടെങ്കിൽ നാമും ദൈവമായിട്ട് ഒരുപാട് അകലെയാണ്. ആത്മാവിൽ കപടം വച്ചുകൊണ്ട് നടക്കുകയാണെങ്കിൽ നാമും ദൈവം തമ്മിൽ കിലോമീറ്റർ അകലെയാണ്. സ്വർഗവും നമ്മൾ തമ്മിൽ നീ ഏതാണ്ട് പാതാളത്തിന്റെ അറ്റത്തേക്ക് പോകണ്ട. പക്ഷേ പിന്നെ അങ്ങോട്ട് പോകുന്നത് വലിയ പാടാണ്. പകയും വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പക വഴക്കുകൾക്ക് കാരണമാണ് സ്നേഹമോ സകല ലംഘനങ്ങളെയും ഓർക്കുന്നു. അതുകൊണ്ട് കൃപാലുവായ ദൈവത്തിന് തീയതിനെ വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളണം. തിന്മയോട് തോൽക്കാതെ നന്മയാൾ തിന്മയെ ജയിക്കുന്നവരായിരിക്കും. കൃപാലുവായ ദൈവമാണ് നമ്മുടെ ദൈവം. ആശ വെച്ച പന്തയപ്പോലുള്ള നമുക്ക് കിട്ടണമെങ്കിൽ നാം വളരെ ക്ഷമാദാനത്തോടുകൂടി ഒരു വാക്ക് സ്നേഹത്തോട് സംസാരിക്കുമ്പോൾ, ഒരു വാക്ക് താഴ്മയോട് സംസാരിക്കുമ്പോൾ, ഒരു മനസ്സരിവോട് സംസാരിക്കുമ്പോൾ, ഒരു തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടുമെന്ന് സന്തോഷവാക്യം പറയുമ്പോൾ നമ്മൾ തണുപ്പിക്കുന്ന നിലയിൽ ആത്മാവിന്റെ തണുപ്പിക്കുന്ന ആ നിലയിൽ സംസാരിച്ചാൽ ദൈവം കയറും. വളരെ തെറ്റി നോക്കണം. ഒരുത്തൻ തെറ്റ് ചെയ്താൽ അവനെ എല്ലാവരും തെറ്റ് ചെയ്യുന്നുള്ളൂ. പ്രശ്നം അവന്റെ കൂടെ നടക്കുന്നവന് ശിക്ഷ ഉണ്ടാവില്ല. എല്ലാരും കൂടെ പറയാം അവനാണ് തെറ്റുകാരൻ. കൈയടിച്ച് പാസ്സാക്കുന്നവരെ കൂടെ അല്ലേ എല്ലാരും കാണും. ഓടി സാറും എൻ്റെ കൂടെ കല്യാ കാണും. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കണ്ടവൻ കൂടെ നിന്നവനെ എന്ത് ചെയ്യും? നോക്കിയിട്ട് നിന്നെ പിടിച്ചു. ആ കാലമാണ് അന്ന് നിന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്താൽ ദൈവം നമ്മളെ കൂടെ ഇരിക്കും. ദൈവം വലിയവനായ നല്ലവനായ ദൈവം നമ്മളെ വാഴ്ത്തുകയും. ആരെയാണ് ദൈവം ശാസിക്കുന്നത്? നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 18, 19, 20 വായിക്കാം. എന്നറിയാതിരിക്കയാൽ ഈ സമ്പന്നനാകേണ്ടതിന് പൊന്നും
നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിൽ എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എങ്കിലും എനിക്ക് പ്രിയമുള്ളവരൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ ദൈവത്തിന് പ്രിയമുള്ളവർ എന്ത് ചെയ്യും? ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്കും, മാനസാന്തരപ്പെടുക. പിന്നാറ്റക്കാർക്ക് മടങ്ങി വരവില്ല എന്ന് ചിലരൊക്കെ പ്രസംഗിക്കുന്നു. ഹോസേയ പുസ്തകം 5-ാം 15-ാം വാക്യത്തിൽ അവർ കുറ്റം ഏറ്റു പറഞ്ഞ് എൻ്റെ മുഖം അന്വേഷിക്കുമ്പോഴും ഞാൻ മടങ്ങിപ്പോയി എൻ്റെ സ്ഥലത്തെയും കഷ്ടതയിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. കഷ്ടതയിൽ എന്നെ ജാഗ്രതയോടെ അന്വേഷിക്കും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ പറയണത് എവിടെ വീണു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടും. എവിടെ വീണു? വെളിപ്പാട് പുസ്തകം സമയം തരെയാണ്. ആര് ലോകത്തിലും അധ്യക്ഷന്മാരും പ്രസംഗക്കാരും എങ്ങനെ പ്രസംഗിച്ചിരുന്നാലും നിങ്ങൾക്ക് ഇനി ഒരിക്കലും ഗുണമില്ല എന്നാണ് പറയേണ്ടത്. ഞാനിത് 7-ാമത്തെ പ്രാവശ്യം എൻ്റെ ആത്മാവ് നിൽക്കുന്നതാണ്. 6 പ്രാവശ്യം ദൈവം നേരിട്ട് നിൽക്കുന്നു. ഇത് 7ാമത് നിൽക്കുന്നത് മറ്റൊരു ദൈവദാസനും കൂടെ നിൽക്കുകയാണ്. കൈവെപ്പ് ദൈവത്തിൻ്റെ, കൃപാലുവായ ദൈവത്തിന് നമ്മളെ 6 പ്രാവശ്യം തള്ളിക്കളഞ്ഞാലും 7ാമത്തെ പ്രാവശ്യം എന്ത് ചെയ്യും? കർത്താവ് ആമോസിൽ എഴുതിക്കണം, 9-ാം അധ്യായത്തിൽ എഴുതിക്കണം, ഒരു മണി പോലും നിലത്ത് വീഴും. ഒരു മണി പോലും അരിപ്പ കൊണ്ട് അരിക്കുമ്പോൾ എല്ലാരും തിരിച്ചെടുക്കും. ഒരു മനുഷ്യന്റെ വില എന്തുമാത്രമാണ്. സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവ് നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമാണ്? അവിടെ ഇന്ന് പകൽക്കാലം ദൈവമക്കളെ സ്നേഹിക്കുവാൻ ഒരു മരം നമുക്ക് 1-2 വാക്യം വേഗത്തിൽ 106-ാം സങ്കീർത്തനം 4-5 വാക്യം വേഗം. ഇത് പറയേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. 106-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങൾ. 69-ാം സങ്കീർത്തനം 6-ാം വാക്യം വേഗത്തിൽ പെട്ടെന്ന്. യഹോവേ, നീ തെരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന് നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പുകഴേണ്ടതിനും ആമേൻ. നിന്റെ ജനത്തോടുള്ള കടാക്ഷ പ്രകാരം ക്രിസ്തീയ ജനതയെ കണ്ട് നീണം സന്തോഷിക്കണം, പുകഴണം. അവർ കൊടുത്ത ഭാഗ്യത്തിനായി, അവർ കൊടുത്ത കാരണമായി നന്ദി. 5 സൈക്കിൾ ഇവിടെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചു. ഒരു ദിവസം എൻ്റെ മകള് അവരുടെ സഭയിൽ പ്രസംഗിച്ച് എന്തിനാണോന്ന് എൻ്റെ അപ്പൻ 5 സൈക്കിൾ ഇവിടെ വെച്ചത് എന്ന് പറഞ്ഞു. അതിൻ്റെ മണവാട്ടികൾ വരാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത്. കല്യാണത്തിന് ആൾക്കാർ വരാത്തതുകൊണ്ടാണ്, അർഹതപ്പെട്ടവന്മാർ വരാത്തതുകൊണ്ടാണ്. ലേഡി സൈക്കിൾ കൂടെ ഇരിപ്പുണ്ട്. അപ്പോൾ ദേവദാസൻ എൻ്റെ അടുത്ത് ചോദിച്ച് എൻ്റെ മകൾക്ക് ഈ സൈക്കിൾ തരുമെന്ന്. ഞാൻ പറഞ്ഞ് എടുത്തു കൊടുക്കാം. എനിക്ക് എല്ലാം കൂടെ ഈ 5 സൈക്കിളിനും കൂടെ 18,000 രൂപ എനിക്കായിട്ടുണ്ട്. ഈ 5 സൈക്കിൾ ഞാൻ ഫ്രീ ആയിട്ട് അടുത്ത് ഈ പ്രസംഗിച്ചത് ഞാൻ അറിഞ്ഞതുകൊണ്ട് 2 ദിവസം കൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് അർഹതപ്പെട്ട ഒരു 5 പേർക്കായിട്ട് ആ സൈക്കിളുണ്ട്. പിന്നെ പ്രസംഗിക്കും. അന്റെ അപ്പ ഈ 5 ഒരെണ്ണം എനിക്ക് താ എന്ന് പറയണല്ലേ മര്യാദ. എന്റെ നടയിൽ 3 കാറ് കിടക്കും, ചിലപ്പോൾ കാറെല്ലാം കിടക്കും. എല്ലാ കാറും എൻ്റെ എന്ന് പറയുമ്പോൾ ഇത് എൻ്റെ സ്നേഹിതൻ്റെ വണ്ടി, ഇതാ കിടക്കും. എൻ്റെ അഡ്രസ്സിലാണ് ഈ വണ്ടി ഇരിക്കുന്നത്, എൻ്റെ സ്നേഹിതൻ്റെ വണ്ടി. ഇനിയൊരു വണ്ടി ഇപ്പം 2 വണ്ടിയും അവിടെ കിടക്കണം. ഇവിടെ വർഷത്തിൽ കിടക്കണം. ഒരു വണ്ടി ഇടിയുണ്ട്, ഇടിച്ച് ചപ്പി അവിടെ കിടക്കും. 3 വർഷം കൊണ്ട് കിടക്കും. അങ്ങനെ വേണ്ട. 2 വണ്ടി ഓടുന്ന വണ്ടി ഇവിടെ ഉണ്ട്. അവർ 2 ഇവിടെ വരും. അത് ഏറിയാൽ കൂടി 3 മാസം. ഒരു മാപ്പിളക്കാരൻ വരും. അതങ്ങനെ ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കും. അതിനെ ഒന്നിനെ കൊടുത്തേക്കും. പ്രൈസാണ്. ദൈവം പറയുന്ന വ്യക്തി ഒന്നിനെ കൊടുത്തേക്കും. പിന്നെ ഒന്ന് ഇരിക്കുമ്പോൾ അത് എനിക്ക് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ കർത്താവ് ഇത് ആർക്ക് കൊടുക്കണമെന്ന് ഞാൻ ചോദിക്കും. അതും കൂടെ കൊടുത്തു ഞാൻ ഫ്രീ ആവുമില്ലേ? ഈ വണ്ടി ഇരിക്കണോണ്ടല്ലേ ഞാൻ കയറി ചാടിക്കയറി പോണത്. അങ്ങനെയല്ലേ? 22 സ്കൂട്ടറും ബൈക്കുമായിട്ട് അതാണ്ട് 13 ദൈവമക്കൾ കൊടുത്തു. പാസ്റ്റർമാർക്ക് 5 പാസ്റ്റർമാർ കൊടുത്തു. പഴയ വണ്ടികൾ എനിക്ക് എടുത്ത് കൊടുക്കണം. ഞാൻ കോഴിക്കോട് യാത്രയ്ക്ക് വാങ്ങിച്ചിട്ടുള്ള വണ്ടികളാണ് എല്ലാം. എന്തിന് ഇനി സമയം കഴിഞ്ഞിട്ടല്ല, പഴയതായിട്ടല്ല കൊടുക്കുന്നത്. കണ്ടീഷനാക്കി ദേവാസന ഈ വണ്ടി എടുത്തു. അയാൾ അപ്പൻ്റെ അടുത്ത് വണ്ടി ചോദിച്ചിട്ട് എനിക്ക് പൈസ, എൻ്റെ പൈസ ഇല്ലാന്ന് വരട്ടിയപ്പോൾ അയാൾ ദൈവത്തോട് നിലവിളിച്ചു. പക്ഷേ എൻ്റെ അടുത്ത് ദൈവം ഇടപെട്ടു. ആ ദേവദാസന് ഈ വണ്ടി കൊടുത്തു.
റിസ്കവർ ഒരു വണ്ടി പ്രൈസറാണ് അല്ലേ ഇല്ലേ, അത് കൊടുത്തു. ഒരു പൾസർ ബൈക്ക് ഒരു ജോയി എന്നൊരു പാസ്റ്റർ പയ്യൻ, ഒരു കൊച്ചു പയ്യന് കൊടുത്തു പൾസർ ബൈക്ക്. അതെല്ലാം ഞാൻ ബാംഗ്ലൂരിലൊക്കെ പോകുന്നു, ബാംഗ്ലൂർ കർണാടകയിലൊക്കെ പോകുന്നു. അപ്പോൾ ഞാൻ കർണാടകയിൽ പോകാൻ എനിക്ക് ഇനി അത് വേണ്ട, വേണോ എന്തിന്, ഞാൻ പോയത് മതി എനിക്ക്. അതുകൊണ്ട് ദൈവം തരും. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ 5 മാസമായി ഇവിടെ ഇത്തിരി പണികൾ ഇരുന്നപ്പം ഒരു പ്രവാചകൻ ഇവിടെ വന്നു, ഇവിടെ നിൽക്കുകയാണ്. എന്നെ കണ്ടിട്ട് എന്നെ കണ്ടപ്പോൾ അയാൾക്ക് മനസ്സിലായി ഞാനാണ് ദൈവം അയച്ചിക്കപ്പെട്ട ആൾ. എന്നെ കണ്ട ഉടനെ അയാൾക്ക് മനസ്സിലായി ഇതാണ് ആളെന്ന് ദൈവം പറഞ്ഞു. അപ്പം 5 മാസമല്ലേ അതേന്ന്. ഞാൻ അടുത്തത് ദൈവം അയച്ചൊരു വിഷയം പറയാൻ വേണ്ടി വന്നു. എനിക്കൊരു 5 മിനിറ്റ് സമയം തരുമെന്ന് ചോദിച്ചു. എൻ്റെ അനിയനൊക്കെ അവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു കാര്യങ്ങളായിട്ട് അകത്ത് സ്ഥലം കൊടുത്തിട്ട് ഇരിച്ചിട്ട് ഫാനും ഇട്ടിട്ട് ഞാൻ പെട്ടെന്ന് എന്ന് ദൈവം 3 മാസത്തിനകത്തൊരു ചില നന്മകൾ ദൈവം തുറക്കുകയാണ്. അത് ദൈവം നേരിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. വലിയ നന്മയല്ല, ചെറിയ ഒരു നന്മ. അതൊരു വലുതാണ്, ചെറിയ നന്മയാണെങ്കിലും ഞാൻ വലുതായിട്ടാണ് ആ വലുതാണ് തേടകൾ ആട്ടോ. ഞാൻ പൈസ എടുക്കുമ്പോൾ എൻ്റെ പേരിലാക്കി തന്നു. പക്ഷേ ഇനി 1500 രൂപ കൊടുത്താൽ ഈ വണ്ടി ഞാൻ വെളിയിലെടുക്കുള്ളൂ. ദൈവമല്ലേ, 1500 രൂപ കൊടുത്തിട്ടേ ഞാൻ വണ്ടി ഓടിച്ചു പോകുള്ളൂ. ശരിക്കും മനസ്സിലായി. ഇനി ഞാൻ ഓടിച്ചിട്ട് അതിൽ പോകുമ്പോൾ അയാൾ 1500 രൂപ തരാതെ എടുത്തോണ്ട് പോകണമെന്ന് പറയില്ലേ? ബാക്കി എല്ലാ രൂപയും കൊടുത്തു. എങ്ങനെ കൊടുത്തെന്ന് എനിക്കല്ല, വളരെ കൊടുക്കാൻ താല്പര്യം, വാങ്ങിക്കാൻ പറഞ്ഞ് ഞാൻ വാങ്ങിക്കും. വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല, എൻ്റെ മകന് വേണ്ടിയാണ് അത് വാങ്ങിച്ചത്. അവനെ അവളെ ആസ്പത്രിയിൽ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയാണ് ഞാൻ വാങ്ങിച്ചത്. അവന് താല്പര്യമുണ്ടെങ്കിൽ പഠിക്കും. ഞാൻ പറഞ്ഞു പഠിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് പഠിച്ചു കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ പറ്റും അല്ലേ. അല്ലെങ്കിൽ അവന് താല്പര്യമില്ലെങ്കിൽ അതിനും ഒരു ആൾ ദൈവം ചൂണ്ടിക്കാണിക്കാൻ ഞാനത് കൊടുക്കും. ഇനി പൈസ ഞാൻ വാങ്ങിക്കാതെ ആര് ചോദിച്ചാലും കൊടുക്കില്ല. പക്ഷെ ദൈവം പറയുന്ന അല്ലാതെ ഞാൻ ചെയ്യും. ഇനി ഒരു വണ്ടി എനിക്ക് ഒരാൾ തന്നു, അത് ഞാൻ എടുക്കത്തില്ല. ഞങ്ങളുടെ ഒരു ശുശ്രൂഷയ്ക്കായിട്ട് ദേവദാസൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോയിട്ട് വന്നു. ഏതാണ്ട് 15 വർഷത്തിന് മുമ്പേ ഞങ്ങളുടെ സഹോദരിമാരെല്ലാം കൂടെ കടന്നുപോയി. അനേക ദേവദാസന്മാർ പ്രാർത്ഥിച്ചിട്ട് തിരുവനന്തപുരത്താണ് നടന്നത്, പ്ലാമൂടാണ് നടന്നത്. ഒരു നല്ലൊരു ദേവദാസനാണ്, ഭയങ്കരമായ ശുശ്രൂഷകൾ. എങ്ങനെയോ ഒരു പിശാചി പിടിച്ചാണ്, അങ്ങനെ വല്ലാതായിപ്പോയി, ഉയർന്നനായി. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കടന്നുപോയി. ഒരു ആനി കോഴി, തിരുവനന്തപുരത്ത് ഒരു പിച്ചക്കാരിയായ ഒരു ആനി കോഴി, 7000 കോടി രൂപ ആസ്തിയുള്ള ഒരു ആനി കോഴി പട്ടി വളർത്തി അത് വിൽക്കുന്ന പൈസ എടുത്ത് ദേവദാസന്മാർ കൊടുക്കുന്നത്. എന്തെങ്കിലും മനസ്സിലായല്ലേ? അപ്പോൾ ഒരിക്കൽ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് 100 രൂപ കൊണ്ടുപോകും. പട്ടി അവിടെ ഉള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു ഇത് പട്ടിയെ വിറ്റ പൈസയല്ലേ എന്ന് പറഞ്ഞു. ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു? ഇതെങ്ങനെ അറിഞ്ഞു? ഇതിനകത്തൊരാളിരിക്കണം, അറിയാവുന്ന. എന്നെ കണ്ടപ്പോ ഈക്കിന് പോലെ ഇരിക്കണം. എന്നെ പോലെ 100 എണ്ണത്തിനടുത്ത് തുറപ്പയാവും. ഇതേ ഞാൻ ചോദിച്ചെങ്ങനെ, എന്നെ പോലെ ഒരു 100 എണ്ണത്തിനടുത്ത് വെച്ചിട്ട് ഒരു കയറ് കെട്ടിയാൽ തുറപ്പയാവും. നിനക്ക് അത് കിട്ടിയാന്ന് ഞാൻ അങ്ങനെ തൂക്കും. അപ്പോഴയാൾ അവർ പറയല്ലേ ഞാൻ പട്ടിയെ വിറ്റിട്ട് ദേവാസന്മാർ പോയി. ഞാൻ ചോദിച്ചു പട്ടി ഈ വാസന്മാരുടെ എച്ചിൽ തിന്നാണ് മാരാണ്, നിന്റെ എച്ചിൽ തിന്നാലേ പട്ടി നീ വളർത്തുന്നത്, കൂടെ കൊടുത്തു. ഈ പൈസ എനിക്ക് വേണ്ട, നീ എടുത്തു. ആ പിറ്റേ ആഴ്ച ഇരുന്നപ്പം എടുത്തു വളർത്തുന്ന മകൾ എന്നെ അർജൻറ്റായിട്ട് വിളിച്ച്. അവൾ പറഞ്ഞ കേൾക്കണല്ലോ, എടുത്ത് ബ്രിട്ടനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിച്ചു കൊടുത്തൊരു കുഞ്ഞ് അവിടെ ഒരു കാറ് കിടപ്പുണ്ട്. ഞാൻ ആ ഗേറ്റിൻ്റെ അവിടെ ചെന്നതും ഇവൾ ഡൈവ് അടിച്ച് ഒരു ഗുണ്ടയാണ് അത് വണ്ടിയുടെ വാണറ്റിൻ്റെ പുറത്ത് ഒറ്റയിരിക്കും. സാത്താനിയിൽ കയറിയിട്ട് ഇവൾ ഡൈവ് അടിച്ച് മേടിക്കരിക്കുകയാണ്. അപ്പം അവൾക്ക് കുപ്പിയെടുത്ത് എറിഞ്ഞിട്ടാണ് അവിടെ വന്നത്. മിണ്ടി പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ബെല്ലടിച്ചിട്ട് ഗേറ്റ് തുറന്ന് അകത്ത് കയറിയതും ഈ പെണ്ണ് ടക്കന് ചാടി ഇറങ്ങി ഒറ്റ ഓട്ടമായി ഓടിച്ചത് അവളെ മുറി ചെയ്ത് കഥ കൊടുത്തു. ഞാൻ ചോദിച്ച് ഇവളെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങിച്ചെന്ന്. അല്ല ഞാൻ പ്രസവിച്ച യൂട്രസ് അവിടെ വെച്ചല്ലേ ഓപ്പറേഷൻ ചെയ്തു. എപ്പോഴും ഏത് സൈഡിൽ കൂടെ ഉള്ള ഞാൻ ചോദിക്കും. അപ്പൊ നിങ്ങൾ എന്തിനു കള്ളം പറയണത്? നിങ്ങൾ ഒരു കൊച്ചിനെ എടുത്ത് വളർത്തി അത് മകളായിട്ട് തന്നെ വെച്ചു, എന്ത് കള്ളം പറയണതിന്?
അവളൊരു പോറ്റി പയ്യനെ സ്നേഹിച്ചു. അതും എൻ്റെ കുഴപ്പമില്ല, ഞാൻ പറയും നടക്കില്ല. അവൻ തന്നെയാണ് അവളെ മാപ്പിള. നമുക്ക് കുരിശ് കൊടുക്കുകയാണ് വേണ്ടേ? പിന്നെ ഒരാൾ വേണം വേണ്ടേ? കുറേ കാലം എഴുത്ത് പ്രാർത്ഥിക്കട്ടില്ലേ? എത്ര വരെ ഇവർ കരയിപ്പിച്ചിട്ടുണ്ടല്ലേ? പട്ടി വിറ്റ് ദേവാസന്മാർ കൊടുത്താൽ എന്തെങ്കിലും നന്മ അവരെ അനുഭവിക്കണ്ടേ? എന്തെങ്കിലും മനസ്സിലായ? നായയുടെ കൂലിയും വ്യഭിചാരിയുടെ കൂലിയും ദൈവാലയത്തിൽ കൊണ്ട് വരലെന്ന് എഴുതിയിട്ടുണ്ടോ? ഉണ്ടായില്ലേ? ഉണ്ടായില്ലേ? വ്യഭിചാരി മാനസാന്തരപ്പെട്ട ആളെ പൈസ വാങ്ങിക്കാം. അല്ലാതെ ഇത് ഞാൻ ഇത്രയും രൂപയ്ക്ക് ഇത് വ്യഭിചരിച്ചാണ് ഒരു 500 രൂപ ധരിക്കണമെന്ന് പറഞ്ഞ് വാസ്ത വെച്ചോളൂ. എനിക്ക് ഇനി നാളെ എത്തി കൂടെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണത്. ഇവിടെ ചിലവാവില്ല, ഒരിക്കലും ചിലവാവില്ല. നമ്മളെ സ്നേഹിക്കും, അവളെ സ്നേഹിക്കും, അവളെ നോവിക്കാതെ സ്നേഹിക്കും, അവളെ വേദനിപ്പിക്കാതെ സ്നേഹിക്കും. അവർക്ക് എന്തൊക്കെ വേണോ അത് ചെയ്തു കൊടുക്കും. അവർക്ക് വേണ്ട കടപ്പെട്ടത് നമ്മൾ ചെയ്യും. കർത്താവിൽ കൂടെ കടപ്പെട്ടതെല്ലാം നമ്മൾ ചെയ്യും. ആ സ്നേഹം വ്യാപരിക്കുന്ന കൃപയാണ്. ഒരു കാര്യം ചോദിക്കും, ഒരിക്കൽ പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു പോകുന്നു ശ്യാമള എന്നൊരു സഹോദരി. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അവൾ വ്യഭിചാരി എന്ന് ഞാൻ പറഞ്ഞില്ലേ? എൻ്റെ വീട്ടിൽ എത്രയോ വ്യഭിചാരികളുള്ളപ്പോൾ, കള്ളനുള്ളപ്പോൾ, പിന്നെ കള്ളനോട്ടുള്ളപ്പോൾ ഞാൻ ആ സ്ത്രീയെ വ്യഭിചാരിക്കുന്നു. അപ്പോഴാണ് ത്രാസ കാണിച്ചത്. എൻ്റെ ബന്ധുക്കൾ അത്രയും തീ കയറ്റിട്ട് എന്നെ പോയി തട്ടും. ഞാൻ പറഞ്ഞു, കർത്താവെ ഞാൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ പാപത്തിൻ്റെ കനം മനസ്സിലായി. ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് പോകാം. അവിടെ ഒരു ചാടിയറ, ഇവിടുത്തെ ചാടിയറയില്ല, ആ റിക്രൂട്ട്മെൻറ്റ് ഓഫീസിൻ്റെ എതിരുള്ളവരോട് താഴോട്ട് പോകുമ്പോൾ അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. കുടുംബമുണ്ട് അവിടെ താമസിക്കുന്നത്. അവിടെ നിൽക്കുമ്പോൾ അവിടെ ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു ബീഡി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. കാറ്റൊന്നുമില്ല, കാറ്റില്ലാതെ ആടെയാണ്. അകത്ത് കാറ്റ്, കയറിയ കാറ്റ് ഭയങ്കരമാണ്. അതാണ് ഇങ്ങനെ ആടിക്കുന്നത്. അപ്പോൾ ഞാൻ നൂലത് ഒരു വയസ്സും കൂടെ ഞാൻ തൂക്കി ഇവിടെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് സിൽപ്പർ ഇട്ടിട്ടുണ്ട്, ഒരു മുണ്ട് ഇതൊക്കെ മടത്തി കെട്ടി ബൈബിളും കറുത്ത ബൈബിള് 2 കറുത്ത പാട്ടൂസും കറുതമായിട്ട് ഞാൻ പോയത്. ആത്മീയഗീതങ്ങൾ പാട്ട് കടന്നു പോയിട്ട് ഞാൻ ഒരു നോക്കിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയല്ല, ഞാൻ കണ്ടു കഴിഞ്ഞോണ്ട് വലിച്ചുകൊണ്ടിരിക്കണേ. കണ്ടിട്ട് ഇവള് ഞാൻ സൈഡിൽ കൂടെ നോക്കിയപ്പോൾ ഇങ്ങനെ കയറി കണ്ടിട്ട് നോക്കിയപ്പോൾ കാണാം ഇവള് പെട്ടെന്ന് ഒറ്റ കയറി. ഞാൻ അവിടെ ചെന്ന് അവിടെ നിൽക്കാൻ പോലും വയ്യ. ഒരു കസേര അവിടെ നിന്ന് എടുത്ത് ഞാൻ ശ്യാമള ഇരിക്കും, ഞാൻ ഈ കൈവരിക്കും. അതങ്ങനെ ഭാഷ ഞാൻ നീ കൂടുതലൊന്നും സംസാരിക്കണ്ട, നീ ഇരി. അതുകൊണ്ട് ഞാൻ കൈവരിക്കും. ഫാസ്റ്റ് കസേര നീ കുടിച്ചെന്നോ വീടി വലിച്ചെന്നോ ഞാൻ ചോദിക്കാൻ പോകും. കാണാം റോമർ 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ ആത്മാവ് പ്രവചനാത്മാവും വിശുദ്ധിയുടെ ആത്മാവാണെന്ന് നിനക്കും എനിക്കും ദൈവം എന്തൊക്കെ അക്ഷരത്തിൽ എഴുതി തരികയും എൻ്റെ ഒരു വിശുദ്ധി ആത്മാവുണ്ടെങ്കിൽ അശുദ്ധി അഴിയില്ലേ? അശുദ്ധി അഴിയില്ലേ? എന്റെ കുടുംബത്തിലെ ഈ പന്നികളെല്ലാം മാറി സാധിക്കും. ഇപ്പൊ ഞാൻ എടുക്കാം പറയണം. ഒരു കുഞ്ഞുങ്ങൾ പോലെ ഒരുത്തി അവിടെ ഒരുത്തി ഇവിടെ ഈ വീട്ടിലുള്ളത് അവിടെ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ഭജന പഠിക്കണം. ഒരു ദിവസം ഇവള് മന്ത്രാലയത്തിലും കൂട്ടി തന്നിട്ട് നിന്നെ പിടിക്കൊടിക്കുന്നു. ഓ എന്നെ പിടിക്കുന്നു, ഒളിച്ചിരിക്കുന്നു. പാമ്പിന്റെ വായിക്ക് അവർ മന്ത്രാലയം ചെയ്ത് തിരിച്ചും കൊളുത്തി വെച്ച് ഇതിനകത്ത് പാമ്പ് കയറാൻ നിന്നെ പിടിക്കൊടിയെന്ന് പറഞ്ഞു. എന്നെ പിടിക്കുന്നു. 1 മാസം കഴിഞ്ഞപ്പോ ഇത്ര നീളമുള്ളൊരു മാംസ കഷ്ണം ഈ പെരിക്കാലൊറ്റ കാലത്തിൽ കിട പന്നീര കണ്ടിട്ടില്ല. പന്നീര ഇത്ര നീളമുള്ള ചെമ്പണ്ടി കൂടെ ഉള്ളതാണ്, വലിയ കനമുള്ളതാണ്. അത് ചിലരൊക്കെ പൊരിച്ചതാണ്, നമ്മൾ ഇവിടെയാണ് കാര്യം വെച്ചിട്ടുണ്ട് വളർത്തി കൊടുത്തത്. അവിടെ നിന്ന് പൊടിപ്പിച്ച് ഞാൻ ചോദിക്കട്ടെ, ഒരു ആവണക്കിന് ഒരു ദിവസം കൊണ്ട് വളർത്തി യോനയുടെ കൈ നീക്കാൻ വേണ്ടി അവൻ ഹാപ്പിയായി. കാരണം ദൈവം ഒരാളെ ചുട്ടു കരിക്കുമെന്നും നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പം ജോബ് കാത്തിരിക്കണം. എന്തായി ഇവരെയൊക്കെ ഇഞ്ചില്ല കൊല്ലട കാണണം. അജാകൂല. അതാണ് കാര്യം. എടാ ദീർഘക്ഷമയുള്ളതും ദീർഘവീക്ഷണമുള്ളവനുമായി
ഒരു വീട്ടിൽ 10 പ്രാവശ്യം പോയാലും ചിലപ്പോ മാനസാന്തരപ്പെട്ടില്ലെന്ന് 11ാമത്തെ പ്രാവശ്യം അനയ്ക്കും പോകാൻ 11ാമത്തെ പ്രാവശ്യം അവൾ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ വലത്ത് കൂടെ നിൽക്കും, ഇടത്ത് കൂടെ നിൽക്കും, നിന്റെ കൂടെ കൈപിടിക്കും, രണ്ടുപേരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, അത്ഭുതങ്ങളും കൃപാലുമായ ദൈവത്തിന്റെ സന്നിധിയിൽ കൃപയോട് നൽകണം. ഇത് ഭക്തി വന്ന് നോക്കണം. അപ്പൊ ഞാനിതൊന്നും ചോദിച്ചില്ല. സാമിനെ ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ വ്യഭിചാരിയാണെന്നുള്ളതൊന്നും പറഞ്ഞില്ല. അവള് ഞാൻ പോകില്ല അടുത്ത ആൾ എന്തെന്ന് ചോദിച്ചാൽ മൊട്ടം വ്യഭിചാരി. അങ്ങനെ വ്യഭിചാരി ഞാൻ പറഞ്ഞ വാക്കതാണ്. എൻ്റെ വീട്ടിലെല്ലാം ഇംഗ്ലീഷൊക്കെ പഠിച്ചവരാണ്. എൻ്റെ അമ്മൂമ്മേൻ്റെ വീട്ടുകാരും അവരുടെ മക്കള് ചെറുമക്കളും വരും ഇംഗ്ലീഷായി ഞങ്ങൾ സംസാരിക്കും. വളരെ സ്ഥിതിയാണ്. അപ്പൊ അതൊക്കെ നമ്മളെ വരും മായിൽ ഈ പള്ളു അതേ വരുള്ളൂ. അതുകൊണ്ട് അഴുക്ക വാക്കുകളെ വരും. അപ്പോൾ വാക്കുകൾ പറയില്ല, പറഞ്ഞ മനസ്സിലായി. അപ്പോൾ ഞാൻ ആ സൗകര്യം കണ്ടു. ബുധനാഴ്ചയും ഉപവാസ പ്രാർത്ഥനയും ഞായറാഴ്ച ആരാധനയുണ്ട്. ശാമ്പള വരും വരാം, ദൈവം അയച്ചിട്ടാണ് ഞാൻ വന്നിരുന്നത്. അപ്പോൾ വരാമെന്ന് പറയും. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോട്ടെ. ഞാൻ ഒരു വാക്ക് പ്രാർത്ഥിച്ചു. ഞാൻ 8-ന് അവൾ വന്നില്ല. അപ്പോൾ കർത്താവ് ഒരിക്കലും ഇവിടെ പോകാൻ. ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇതേപോലെ അവിടെ ചെന്നപ്പോൾ ഒരു സിഗരറ്റ് ഇങ്ങനെ ഇരുന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ അപ്പോഴും ഒരു ക്ഷമ വെച്ചു. സിഗരറ്റ് ദൂരെ എറിഞ്ഞു. ഞാൻ കണ്ടില്ല, കാണാത്ത വേണ്ടി പോവുകയാണ്. ചില വിഷയങ്ങൾ നമ്മൾ കണ്ടാലും കാണാത്ത വീട്ടിലേ പോകും. അല്ലെങ്കിൽ അടുത്ത ദിവസം പാസ്റ്റർ ഒരു ഭരണം വലിക്കും. പാസ്റ്റർ മുമ്പ് അടിച്ചുകൊണ്ടിരുന്നതല്ലേ തത്തിപ്പറ്റി ആ ടൈപ്പ് അതാണ്. മനസ്സിലായി? ഞാൻ അന്ന് കണ്ടിട്ടാണ്. അങ്ങനെ ഇരുന്ന് അവളിവിടെ പ്രാർത്ഥനയ്ക്ക് വരാൻ തുടങ്ങി. അടുത്ത ആഴ്ച അങ്ങനെ ഇരിക്കുന്നു. അവൾ കുടിക്കും, ഭയങ്കര കുടിയാണ്. അപ്പോൾ ഞങ്ങൾ ഒരു ഉപവാസ പ്രാർത്ഥന ഇവിടെ അമ്പലമുക്ക് വെഞ്ഞാറമൂട് അമ്പലമുക്കിൽ അവിടെ ഒരു വീട്ടിൽ പൊടിച്ചി എന്ന് പറഞ്ഞ സ്ത്രീയുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന വയ്ക്കാനായിട്ട് അവിടെ ഞങ്ങൾ 18 ദിവസം അവളവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. 18 ദിവസം ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പോയി. പക്ഷേ 3 ദിവസം ഞങ്ങൾ ഇവിടെയുള്ള എൻ്റെ ഭാര്യ മറ്റുള്ളവരെയൊക്കെ കൂടെ കൊണ്ടുപോയി പ്രാർത്ഥിക്കാനുണ്ട്. അതിനിടയിൽ ഈ ശ്യാമളയും വന്നു. ശ്യാമള അടിച്ചിട്ട് ഞാൻ കണ്ടു. ഭയങ്കര നല്ല മണമായിരിക്കും, നല്ല മണം. പക്ഷെ ഞാനത് ഗണ്യമാക്കി. അവിടെ എന്നിട്ട് പിച്ചി പൂപ്പിച്ചുണ്ട്. അതാണ് വൃത്തിക്ക് പിടിക്കാത്തത്. അത് കുടിച്ചതല്ല, കൊണ്ടപ്പൂച്ചാണ്. എവള് ഉരുപ്പടി ഇടില്ല, ഒന്നും ഇടില്ല. അത് ഈ പറഞ്ഞ സാമാനം. പക്ഷെ ബാക്കി എല്ലാ കഴിവും അവളേലും. ആർക്കും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അവളേലും. ശരിക്കും മനസ്സിലായി? അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്തിന് ഒരാളെ കുറ്റം വേണം? ഞാൻ മിണ്ടി പോയത്. അവള് കുടിച്ചെങ്കിൽ അവള് നീ മിണ്ടണ്ട. അവൾക്ക് വരാനുള്ള താല്പര്യം ഈ 3 ദിവസം കഴിയുമ്പോൾ 3 ദിവസം മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാല് അവിടെ പങ്കെടുക്കാൻ ദൈവം അയച്ചതാണ്. 3 ദിവസം കുടിച്ചോണ്ട്. പക്ഷേ തിരിച്ച് 3-ാമത്തെ ദിവസം തിരിച്ചു പോയതിനു അവള് കുടിച്ചിട്ടില്ല. എവള് പറഞ്ഞ വാക്കും കേട്ടുകൊണ്ടിരുന്നാൽ എങ്ങനെ ഇരിക്കും? അവള് സിഗരറ്റ് വലിക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന് അവൾ ധരിച്ചുകൊണ്ടിരിക്കുന്നു. അവള് കുടിച്ചത് കണ്ടില്ല എന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് അവൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് സുവിശേഷം. ചിലർ നേടാൻ വേണ്ടി ചിലത് നമ്മൾ ചില സൗകര്യമാരൊരു ശ്യാമളെ ദൈവമായിക്കാണ്. ശ്യാമളെ സിഗരറ്റ് കഴിക്കുന്നില്ല, ഈ നാളെ പെണ്ണുങ്ങൾക്ക് പഠിക്കാമോ? ഇത് കഴിയും. ഇത് ചായ കുടിയപ്പോ നല്ല മണം അടിക്കുന്നില്ല. ഓ ഞാൻ കുടിക്കും. എന്തിടി അവളെ വായിന്ന് 2 പല്ല് കേട്ടിട്ടില്ലേ പോലും. പക്ഷേ ഇത് കണ്ടല്ലേ, ഞാൻ കണ്ടില്ല.